എടപ്പള്ളിയിൽ ഏത് ഭാഗത്താ? മയിലാളം ക്ഷേത്രത്തിനടുത്താ. വീട്ടുപേര്? പാലക്കൽ. അച്ഛൻ്റെ പേര്? രാജേന്ദ്രൻ. എടപ്പള്ളി വില്ലേജ്, എടപ്പള്ളിക്കരയിൽ, മയിലാളം ക്ഷേത്രത്തിന് സമീപം, പാലക്കൽ വീട്ടിൽ രാജേന്ദ്രൻ, മകൻ രാഹുൽ. രാഹുലിൻ്റെ വയസ്സ്? 22. 22 വയസ്സുള്ള രാഹുൽ 22/12/2019 3 മണിക്ക് പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി SCPO 10-268 വനിതയോട് പറയുന്ന മൊഴി. P14 mobile Bravo 9 calling. P14 mobile Bravo 9 calling. P14 Bravo 9 calling. Bravo 9 P14 answering sir. മൊബൈലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അത് ഓഫീസറാണ്. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞേ പെട്ടെന്ന്. 14 ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. വനിത സാറേ, ബാൻ സാറെ വിളിക്കട്ടെ? ആ ആ സാറേ, മനോജ. എന്താ മനോജ് പറ. സാറേ, സബ് ഡിവിഷനിൽ വിളിച്ചിട്ടെ സാറോട് ഫോണിലേക്കൊന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചോളാം. വനിത എന്തേ? സാറ് മൊഴി എടുക്ക. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, ഫോൺ കൊടുക്കണോ? കൊടുക്ക്. വനിത സാറേ, ബാൻ സാറേ, ഫോൺ എടുക്ക്. സാറേ, വനിതയാണ്. മൊഴി എടുത്ത് കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, തുടങ്ങിയിട്ടുള്ളൂ. ഈ കുട്ടികൾ ഇപ്പോഴാണ് വന്നേ. ആ പരിക്ക് പറ്റിയ പയ്യനില്ലേ, അവനെ അമൃത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പിന്നെ മരിച്ച പയ്യന്റെ ബന്ധുക്കളെ ലൈനിൽ കിട്ടി. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ചേർത്തലയാ വീട്, കടക്കരപ്പള്ളി. ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. പിന്നെ സാറേ, സബ് ഡിവിഷൻ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചോളാം. ശരി.
മരിച്ച പയ്യൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിച്ച് വരവെ മാളികപ്പടി ഭാഗത്തുണ്ടായ അപകടത്തിൽ മരിച്ച പയ്യൻ്റെ പേര് ശ്രീലാൽ. ശ്രീലാൽ. അപകടത്തിൽ ശ്രീലാൽ എന്ന കൂട്ടുകാരൻ മരണപ്പെടുന്നതിനും കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരൻ്റെ പേര് അതുൽ കൃഷ്ണ. അതുൽ കൃഷ്ണയ്ക്ക് സാരമായ പരിക്കും സംഭവിക്കാനിടയായ കാര്യം പറയാൻ വന്നതാണ്. രാഹുലും KMA കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ മാഡം. എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. ഞാൻ KMA കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥി ആണ്. സംഭവസ്ഥലം പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ്. പറഞ്ഞ മൊഴി വായിച്ച് കേട്ടു ശരി എന്നെഴുതിയിട്ട് ഒപ്പിട്ടു. അവിടെ ഒപ്പിട്ടു. നിങ്ങളിപ്പോൾ പോക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി മാഡം. കാവലാധികാരൻ്റെ സുഹൃത്തുക്കളായ അതുൽ കൃഷ്ണയും ശ്രീലാലും പൂക്കാട്ടുപടിയിൽ സുഹൃത്തുക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇന്നലെ 22/12/2019 രാത്രി 10 മണിക്ക് കങ്കരപ്പടി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് KL 48 K8905 നമ്പർ മോട്ടോർ സൈക്കിളിൽ അതുൽ കൃഷ്ണ റൈഡറായി ചുമതല വഹിച്ച് ശ്രീലാലിനെ പിന്നിലിരുത്തി സഞ്ചരിച്ച് വരവെ കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ പള്ളിക്കര വില്ലേജ് എടത്തലക്കരയിൽ മാളിയപ്പടി ഭാഗത്ത് വെച്ച് എങ്ങനെയോ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ പിന്നിൽ യാത്ര ചെയ്ത ശ്രീലാൽ മരണപ്പെടുന്നതിനും ഡ്രൈവർ ചുമതല വഹിച്ചിരുന്ന അതുൽ കൃഷ്ണയ്ക്ക് സാരമായ പരിക്ക് സംഭവിക്കാനും ഇടയായ കാര്യം. സാറാ ചെക്ക്. ചെക്കല്ല ബാൻ സാറ്. സാറ് ശരിക്കും എന്താ സംഭവിച്ചത്? ഓവർ സ്പീഡ് അല്ല എന്ത് സാറാ ഒരു 5 മിനിറ്റ്. 304 അല്ലേ സാറ്? സംഗതി 304 അയക്കെയാ. പിന്നെ ഓവർ സ്പീഡാന്ന് കണ്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ FIRൽ മോട്ടോർ ക്രെൻസ് കാണിച്ചാൽ മതി. IPA വിളിച്ചപ്പോഴും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പിന്നെ മൊഴിയിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. പേഴ്സിൽ
320 രൂപയുണ്ട്. 2 മൊബൈൽ, 2 ആധാർ കാർഡ്, ഒരു ATM കാർഡ്. പിന്നെ ഇതിൽ 4 പേരുടെ അഡ്രസ്സുണ്ട്. 2 പേര് കൃത്യം നേരിൽ കണ്ടുവരും, 2 പേര് ശബ്ദം കേട്ട് ഓടി വന്നു വരും. ശരി സാർ. ആ, എൻട്രി ഇട്ടിട്ടില്ലല്ലോ? ഇല്ല സാറേ. സാർ ഇങ്ങോട്ടൊന്ന് ഇരുന്നാൽ ഞാനിപ്പോൾ ഇടാം. ഓ, ആയിക്കോട്ടെ. മക്കൾക്ക് വീണ്ടും വിചാരം വരുന്നതിന് മുമ്പ് വീട്ടുകാരൊരു ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുക്കും. അത് ബൈക്കാണേലും വേണ്ടില്ല, ഒരുമാതിരി ഹെലികോപ്റ്റർ പോലുള്ള സാധനങ്ങൾ. അവസാനം പണി വരുന്ന നമുക്കും. അല്ല സാറേ, മാളികപ്പടി ഏത് ഭാഗത്ത് വെച്ചിട്ട സംഭവം? KME കോളേജിൻ്റെ ഗേറ്റിൽ നിന്നൊരു 100 മീറ്ററില്ല. നമ്മളാ കുഴുവേലിപ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വളവില്ലേ, അവിടെ ആ സംഭവം. ഓവർ സ്പീഡാണെന്നാ കണ്ടിരുന്നവർ പറഞ്ഞത്. തൊട്ടകലെ വെച്ച് ഇവന്മാരൊരു കാറിനെ ഓവർടേക്ക് ചെയ്തിരുന്നു. ആ കാറുകാർ പറയുക അവർക്ക് 70 കിലോമീറ്ററിന് മേളിൽ സ്പീഡായിരുന്നു. ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഇവന്മാരുടെ സ്പീഡൊന്ന് ആലോചിച്ച് നോക്കി, അതും ആ കൊടും വളവിൽ. എന്ത് ചെയ്യാനാണ്. രാവിലെ ഇൻക്വസ്റ്റിന് പോകുന്ന ആരൊക്കെയാ? IP വിളിച്ചപ്പോൾ പറഞ്ഞത് ബിനോയ് സാറിനോട് പറയാനാ. എന്നിട്ട് വിളിച്ച് പറഞ്ഞോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറേ. സുരേഷ് സാറിനോടും അജ്മലോടും പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ പോകുന്നു. ഇനി രാവിലെ വിളിക്കാം. നേരത്തെ വിളിച്ച് പറ, അല്ല അയാൾ പതിവ് പോലെ താമസിച്ചേ വരും. വാ സാറേ, പോകാം. ആശ്വാസമായോ? പിന്നെ വൈകിട്ട് എവറസ്റ്റ് ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ബീഫും കഴിച്ചാ അപ്പം മുതൽ തുടങ്ങിയതാ. ഓ, കൈ കിട്ടുന്നതൊക്കെ വലിച്ചു വാരി കൊണ്ട് കയറ്റും. എന്നിട്ട് ഈ ഓട്ടമാണ്. പട്ടാപക്ക് ഒരു 12 എണ്ണം പറഞ്ഞേക്കാം, ഒപ്പിട്ടേക്കാം. അല്ല സാറേ, ഈ മരിച്ച പയ്യൻ്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അവർ 2 ആമ്പിള്ളേരാ. ഇതേളേതാ. അച്ഛൻ എറണാകുളത്ത് ഏതോ കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക. ദിവസവും പത്രത്തിൽ ന്യൂസിൽ തന്നെയല്ലേ വാർത്ത. എന്നാലും ചെക്കന്മാർ പഠിക്കില്ല. ആ അച്ഛനമ്മമാരുടെ ഒരവസ്ഥ കഷ്ടം. നമസ്കാരം, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. ആ നമസ്കാരം, DSP ഓഫീസിൽ നിന്നാ. ആ സാറേ. ആരാ GD? വനിതാ സാറാ. 9 മണിക്ക് ശേഷം അവിടെ കേസ് വല്ല കരുതിട്ടുണ്ടോ? ആ സാറേ, ഒരു കേസുണ്ട്. ഒരു RTA, ഒരാൾ മരിച്ചിട്ടുണ്ട്. എന്നാ വനിതാ സാറിനൊന്ന് കൊടുത്തേ. ആ സാറേ, കൊടുക്കാം. വനിതാ സാറേ, വനിതാ സാറേ, വനിതാ സാറേ. ഷോ, വിളിച്ചിട്ടും കേൾക്കുന്നില്ല. സാറേ, ഡെൽറ്റ ഓഫീസിൽ നിന്ന് സിജു സാറ് ലൈനിലുണ്ട്. ഫോൺ എടുക്ക്. ആ സാറേ. വനിതാ സാറേ, ആ മരിച്ച ആൾക്ക് എത്ര വയസ്സുണ്ട്? 22. ആ ശരി സാറേ, ആ ബ്രീഫ് ഒന്ന് വാട്സപ്പ് ചെയ്യാവോ? ആ അതെ, ഈ മൊഴിയും ബ്രീഫും ഒന്ന് സിജു സാറിന് അയച്ചേക്കണേ. വാട്സാപ്പ് ചെയ്യണം. നാസർ സാറിനും കൂടെ അയച്ചേക്ക്. ഇതെന്ത് പറ്റി സാറേ? ഇങ്ങനൊരു സിറ്റുവേഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാനന്ന് കാലടി സ്റ്റേഷനിൽ പാറാവിലിരിക്കുമ്പോൾ P9 പരിധിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിനെ കുറിച്ച് സെറ്റ് കേട്ടെ. ഓടിച്ചിരുന്ന ആൾ സ്പോട്ടിൽ പോയി. 10 മിനിറ്റുള്ള എനിക്ക് കോൾ വന്നു. പോയത് ഞങ്ങളുടെ പിന്നുവാ. വിനു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരേ ഒരു അനിയൻ. ഡിഗ്രിക്ക് കയറിയപ്പോൾ അവൻ ബൈക്കിന് വാശി പിടിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്ത്. പട്ടിണി കിടന്നിട്ടും മിണ്ടാതെ നടന്നിട്ടൊക്കെ എൻ്റെ മനസ്സലിഞ്ഞു.
ബൈക്ക് വാങ്ങിക്കൊടുത്ത 1 മാസം തികയുന്നതിന് മുമ്പ് അമ്മയുടെ കണ്ണിൽ ഇപ്പോഴും തോന്നിട്ടില്ല. വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത ഒരാൾ സാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ സാറ്, കോള് വന്ന് എന്നോട് പറയൂ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പോവാം. സാറ് റെസ്റ്റ് എടുത്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഹലോ, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇന്റിമേഷൻ ഉണ്ട്. അസാൾട്ടാ. ഒരു സെക്കൻഡ്. എന്താ സാറേ? ഇന്റിമേഷനാ? അസാൾട്ടാ? ആ പറഞ്ഞോളൂ. ശ്രീദേവി, ആ വയസ്സ് 54, ആ വൈഫ് ഓഫ് രാജൻ, തൈക്കുന്നേൽ വീട്, തേവയ്ക്കൽ. 23/12/2019 രാത്രി 1 മണിയോടുകൂടി തേവയ്ക്കലുള്ള വീട്ടിൽ വെച്ച് അസാൾട്ടിൽ പരിക്ക് പറ്റി OP ആയി പോയിട്ടുള്ളതാണ്. കാര്യമായ പരിക്കുണ്ടോ? കാര്യമായ പരിക്കൊന്നുമല്ല, നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. ഭർത്താവുമായുള്ള വഴക്കം. ഫോൺ നമ്പർ പറയട്ടെ സർ? ആ പറ. 80 ആ 37 21 12 27. നമ്പർ ഒന്നുകൂടി പറ. 80 37 21 12 27. സാറിന്റെ പേരൊന്ന് പറയൂ? CPO 13-234 മനോജ്. താങ്ക് യു സർ. ഓക്കെ. എന്താണ് മനോജ് സാറേ? ഓപ്പിയാ, ഭർത്താവ് ഭാര്യനെ തല്ലിയതാ. ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചു നോക്കണം. OP അല്ലേ? വേണ്ട. പോലീസൊക്കെ അവിടെ സ്റ്റേഷനിൽ. ഇതേ എന്റെ വീടാ, ഇവിടെ ഞാൻ പറയുന്നതാണ് ഈ നിയമം. അത് അനുസരിപ്പിക്കാനും ഈ ദർശനം അറിയാടി. അവളുടെ ഒരു ഫോണ്. നിന്റെ തോന്നിയാസേ അത് ഈ കുടുംബത്തിൽ നടക്കൂല. ഞാനേ നിന്റെ തന്ത കളപ്പൊരിക്കൽ ശ്രീധരനല്ല, ഇല്ലിക്കാടൻ ദർശന. നശിപ്പിച്ചു. ഇത് തിരിച്ചു കൊടുത്ത കാശെങ്കിലും കിട്ടിയാനെ.
നിങ്ങൾക്ക് വട്ട. അതെടി, നീ നിന്റെ വീട്ടുകാരും എന്നെ വട്ടനാക്കാനുള്ള പുറപ്പാടാ. എനിക്കറിയാം. ഇതൊക്കെ നല്ല കുടുംബത്തിലെ പെൺകുച്ചികൾക്ക് ചേർന്നതല്ല. നിനക്കൊരു ജോലിയുള്ളതിന്റെ ഉങ്ക വളർത്തു ദോഷമുണ്ട്. എന്റെ അമ്മ, ഞാനിത് ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാ വാങ്ങിയേ. ഓ പിന്നെ വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞോ. ഞാൻ ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ സമ്മതാണെന്ന് വിചാരിച്ചു. സമ്മതം? ദേ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞാൻ വെറും പൊട്ടനാണെന്ന് നിനക്ക് നിന്റെ വീട്ടുകാർക്ക് ഒരു വിചാരമുണ്ട്. അവരൊക്കെ എന്തിനു വെറുതെ എന്റെ വീട്ടുകാരെ പറയുന്നേ? ഓ, നിന്റെ വീട്ടുകാര് എന്നെ പറ്റിച്ചതല്ലേടി. നിന്റെ കോളേജ് കഥയൊക്കെ ഞാനും കേട്ടു തുടങ്ങി. വിദ്യാർത്ഥി നേതാവല്ലായിരുന്നോ? സഖാത്തി. ജാതിയും മതമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടാൻ നിന്നല്ലേ നീ? മക്കള് രണ്ടായി പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ പാട്ടി. ക്രൈം 841/2019 മോട്ടോർ ഒഫൻസ്. ഡിസീസ് പേഴ്സൺ ശ്രീലാൽ 22 വയസ്സ്. 5 B1 6 11 7 5 11 11 നിൽ 12 7 13 3 14 നിൽ 15 നിൽ 16 നിൽ 17 3 18 96 19 84 പട്ടാബുക്ക് 12. ഹലോ. ഹലോ. ആ, നമസ്കാരം. പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നമസ്കാരം മാഡം. എന്താ? ഇത് ശ്രീദേവിയുടെ ആരാ സംസാരിക്കുന്നത്? മകനാണ് മാഡം. ആ, വീട്ടിലെന്താ സംഭവിച്ചത്? ഞങ്ങളുടെ അച്ഛൻ പാവാണ് മാഡം. അമ്മയാണ് ശരിയല്ലാത്തത്. എന്താ ഉണ്ടായതെന്ന് പറ. അമ്മയ്ക്ക് അടുത്തുള്ള ചേട്ടനായിട്ട് പ്രേമാണ് മാഡം. ഞാൻ ചേട്ടനൊക്കെ നാട്ടുകാരെ ഫ്രണ്ട്സിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും ചോദിക്കുമ്പോൾ അമ്മ റോങ് ആവുക. അങ്ങനെ പ്രശ്നമായപ്പോഴാണ് അച്ഛൻ തല്ലിയത്. കേസ് കൊടുക്കല്ലേ മാഡം. ഞങ്ങളുടെ അച്ഛൻ പാവാ. ഞാൻ മരിക്കാൻ പോവാ. എനിക്ക് ജീവിക്കണ്ട മാഡം. ഇത് ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ എനിക്കതൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല മാഡം. മോനെ, അങ്ങനൊന്നും ചിന്തിക്കല്ലേ. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഭീരുക്കളാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതെ, ഈ പോലീസും സ്റ്റേഷനൊക്കെ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കാൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടാക്കും. നമുക്കിതും പരിഹരിക്കാന്നേ. മറ്റവനെ വിളിപ്പിച്ച് വേണമെങ്കിൽ 2 പൊട്ടിക്കുകയും ചെയ്യാം. എന്താ മോനെ? രാവിലെ തന്നെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? ചേട്ടനുണ്ട്. ചേട്ടൻ കല്യാണം കഴിച്ചതാ. ചേട്ടനും ചേച്ചിയും കാക്കനാട് താമസം. ആ, ചേട്ടൻ ഈ വിവരമൊക്കെ അറിഞ്ഞോ? എന്നാലേ ചേട്ടനോട് നാളെ വരാൻ പറയും. അമ്മ സ്റ്റേഷനിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലേ ഈ നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാൽ മതി. അന്നേരം അമ്മയുടെ നമ്പറിലേക്ക് ഞാൻ നേരിട്ട് വിളിച്ചോളാം. എൻ്റെ പേര് വനിത എന്നാ, കേട്ടോ? ശരി മാഡം. ഇനിയേ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങും. നാളെ എല്ലാം ശരിയാവും. ഓക്കെ? എന്താ സാറേ? ആ ഇൻറ്റിമേഷനാ. ഞാനിപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ നന്നായേനെ. നാളേക്ക് ഒരു ഇൻക്വസ്റ്റിനും കൂടെ ആളെ ഉണ്ടാക്കേണ്ടി വന്നേനെ. എന്തു പറ്റി? ആ തള്ള ആള് ശരിയല്ല എന്നിട്ടാ കെട്ടിയം പിടിച്ച് തല്ലിയേ. അവർക്ക് ഈ വയസ്സാങ്കാലത്തെ അപ്പുറത്തെ വീട്ടിലെ ആളുമായിട്ട് പ്രേമം. അയാൾ ചോദിക്കാൻ ചെന്നപ്പോഴേ ഇവര് വല്ല റെമഡിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നല്ല അടി കിട്ടിയിട്ടുണ്ട്. 2 ആമ്പിള്ളേരാ. ഇളയവനോടാ ഞാനിപ്പോൾ സംസാരിച്ചേ. അവൻ കരയാ. നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടേ. ശരിയല്ലേ? ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കണ്ടായിരുന്നേ ഞാൻ വിളിച്ചപ്പോൾ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ സമാധാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ അച്ഛനും അമ്മേനെയും കൂട്ടി അവൻ സ്റ്റേഷനിലേക്ക് വരും. തള്ള മുതലിനെ കാണാനുള്ള പൂതിയുണ്ട്. പക്ഷെ രാവിലെ പാറാവറങ്ങി പോവല്ലോ. സാറ് വേണേ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. ഇന്നലെ തീരെ ഉറങ്ങാത്തതല്ലേ. ഇനിയിപ്പോൾ പോയി റെസ്റ്റ് ചെയ്താലേ ഒന്നുകൂടെ ക്ഷീണാവുള്ളൂ. ആ നേരം കൊണ്ടേ ഒരു മിസ്സിങ്ങിൻ്റെ 2 CD എഴുതാം. ഇവിടെ കേസുകൾക്ക് ഒരു കുറവില്ലല്ലോ. സാറിൻ്റെ കയ്യിൽ എത്ര ഫയലുണ്ട്? 11 എണ്ണം. ഒരെണ്ണം ചാർജ് ആയതാ. ഒരു 323ക്ക് കൊണ്ട് കിട്ടിയാൽ അതും തീരും. എന്താ കാര്യമൊന്നുമില്ല. ഇതേ ഒരെണ്ണോടെ വന്നില്ലേ ഇപ്പോൾ ഒരു 304A കൂടെ. ഒരെണ്ണം കുറയുമ്പോൾ 2 എണ്ണം കൂടും.
മനോജ് സാറേ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇല്ല അല്ലേ? എന്നാ പോകും. ആ, ശരി. ആ ശരി. ഗുഡ് മോർണിംഗ് സാർ. ആ പാറാവ് പോസ്റ്റ് ചെയ്തേക്കൂലേ? ആ ആ സാറേ, ബിനോയ് സാറിനെ വിളിച്ചോ? രാവിലെ വിളിക്കാം സാർ. ഇനി എപ്പോഴായി രാവിലെ? സമയം എത്രയെന്ന് വെച്ചാ മണി 5:30 പെട്ടെന്ന് വിളിക്ക്, അല്ലേ തന്നെ ആള് ലേറ്റ് വണ്ടിയാ. ശരിയെത്താ. രാവിലെ 7:15 വിളിക്കണം. IP-നെ വിളിക്കാനുള്ള. IP വന്നോളൂല്ലോ, അതല്ലേ പതിവ്. IP-യുടെ വണ്ടി വർക്ക്ഷോപ്പിലാന്നേ. ആ വിളിച്ചോളാം സാറേ. തിങ്കളാഴ്ച ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നാളെ പാറാവ് വെച്ചാൽ കിട്ടൂടാ? പാറാവിന് ഡിമാൻഡായടാ. അല്ലടാ, നാളെ ഞായറാഴ്ചല്ലേ, പള്ളി ഡ്യൂട്ടി ഉണ്ടാവും. പാറാവിൽ നാളെ ഒരാൾ ഓഫീസും ഒരാൾ കോടതി ആവാനാ സാധ്യത. കോടതിക്കാരനാവില്ല. സക്കീർ സാറിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കാണിച്ചിട്ടുണ്ടല്ലോ. ആണോ? ഞാൻ നോക്കിയില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് പകല്ലടാ. ഡെൽറ്റ ഓഫീസിൽ നിന്ന് സിജു സാറുണ്ടല്ലോ, സാറിനെ കയറ്റും. പള്ളി ഡ്യൂട്ടിക്ക് നമ്മൾ ബംഗാളീസ് തന്നെ പോകേണ്ടി വരും. എന്നാ നീ തിങ്കളാഴ്ച ഒരു CL വെക്കടാ. CL? അങ്ങനെ ഒരു ലീവ് പോലീസുകാർക്ക് ഉണ്ടടാ. സാറേ ഞാൻ പോണു. ബിനോയ് സാർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. തിരിച്ചു വിളിച്ചോളൂ സാറേ. ഞാൻ പോട്ടെ. ശരി. ആ ബിനോയ് സാറായിരിക്കും. നമസ്കാരം, പള്ളിക്കർ പോലീസ് സ്റ്റേഷൻ. നമസ്കാരം, ഞാൻ ബിനോയ. എന്തിനാ വിളിച്ചേ? ആ സാറേ, ഞാൻ വനിത സാറിന് കൊടുക്കാം. വനിത സാറേ, ബിനോയ് സാറാ. നമസ്കാരം സാറ്. നമസ്കാരം. സാറിനോട് IP 8 മണിക്ക് സ്റ്റേഷനിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കോ? എന്താ കാര്യം? ഒരു 174 ഉണ്ട് സാറ്. ഇൻക്വസ്റ്റ് സാറിന്. എന്ത് സംഗതിയാ? RTA ആണ്. ബോഡി എവിടെയാ? മെഡിക്കൽ കോളേജിൽ. ശരി ശരി. ശരി സാർ. ദീപേഷ് സാറേ, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ നൈറ്റ് ചെക്കുകാർ വന്നത് GD പിടിച്ചിട്ടില്ല. ഒന്ന് എൻട്രി ചെയ്തേക്കും. ആ പിന്നെ ആ 304A കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മൊഴിയും ബ്രീഫും സിപ്പ ബുക്കിനകത്തുണ്ട്. ശരി സാർ. ഓക്കെ.
നമസ്കാരം, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. നമസ്കാരം. ദീപേഷാണോ? ആ അതെ സാർ, ദീപേഷാണ്. നിസാർ സാറാടാ. ആ 304 ശേഷം വേറെ കേസൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സാറേ, വേറെ കേസൊന്നുമില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ആ ശരി സാറേ, ഞാൻ അറിയിച്ചോളാം. ശരി, ഓക്കെടാ. ശരി. സാറേ എന്താടാ? ഈ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പിടാൻ. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ? സുരേഷ്. മെയിൽ കണ്ടീഷനാ? എന്ത് കേസറാ? വീട്ടിൽ പെണ്ണുമ്പിള്ളയായിട്ട് വഴക്കുണ്ടാക്കിയതാ. ഓ വെള്ളം തണ്ണി. നീ ഭാര്യ അടുത്തല്ലോടാ? ചെറുതായിട്ട്. ഇതിലേതാ നോക്ക്. ഇതിനകത്തൊരു പൂച്ചയുടെ പടമുള്ള ബുക്കാ. ഇതാ സാറേ, ഇതേ ഇതിനകത്താ. എന്നിട്ട് അപ്പോൾ അളിയന്മാർ ഇവിടെ വന്ന് ഇവിടെ കേസ് കൊടുത്ത എൻ്റെ പേരിൽ. അപ്പോൾ CI സാറ് എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്നും കാലത്തും വൈകുന്നേരം വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഏത് സമയത്തേക്കാണ് ഒപ്പിടാൻ പറഞ്ഞേക്കുന്നത്? അത് ഈ കാലത്ത് 7 മണിക്കും വൈകുന്നേരം അതുപോലെ തന്നെ 7 മണിക്കും. അതിലിപ്പോൾ സമയം 7 ആയില്ലല്ലോ. അത് സാറേ, എനിക്കിന്ന് പറവൂരാണ് പണി. അപ്പോൾ എനിക്ക് നേരത്തെ പോകണം, അല്ലെങ്കിൽ 8 മണിക്ക് എത്താൻ പറ്റില്ല. അത് കാരണം സാറേ. എന്നാ നിന്റെ ജോലി എന്നാ? ഈ കൽപ്പണിയാണ് സാറേ. ദിവസവും രാവിലെ വൈകുന്നേരം 2 നേരം വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിന്റെ പാലുകൂടി നടക്കോ? ഇല്ല സാറേ, നിർത്തി. സത്യമായിട്ട് നിർത്തി. എന്തിനാ നമ്മൾ വെറുതെ കടിക്കുന്ന പട്ടീനെ കാശ് കൊടുത്ത് മേടിച്ച് ഈ നമ്മുടെ കുടുംബം കലക്കണത്? അല്ല സാറേ. എന്നിട്ടാ? ഇല്ല സാറേ, സത്യമായിട്ട് നിർത്തി. ഇനി ഒരു തുള്ളി പോലും ഞാൻ കുടിക്കില്ല. പിന്നെ നീ വേണമെങ്കിൽ സാറിന്റെ തലത്തൊട്ട് സാറാണ് സത്യം. ഇനി എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് വേണം എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകാൻ. നീ ഒപ്പിട്ടേച്ച് പോകാൻ നോക്ക്. നിർത്തിയാൽ നിനക്ക് നല്ലത്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് CI സാറിന്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാൽ ഇല്ല സാറേ, കട്ട കലിപ്പ് സീനാവും. പറഞ്ഞില്ല സാർ, എൻ്റെ മക്കളാണ് സത്യം. എന്നാൽ ഞാൻ പോയിട്ട് വൈകുന്നേരം 7 മണിക്ക്. സാർ വനതേ, GD മേശപ്പുറത്തെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. CMLൻ്റെ റൈറ്റർ വരുമ്പോൾ ഒന്ന് എടുത്തു കൊടുത്തേ. ജനുവരി 2 അമ്മയ്ക്കൊരു ഓപ്പറേഷൻ. ശരിയാണ്? ശരി. ഗുഡ് മോർണിംഗ് സാർ, വനിതയാ. ഗുഡ് മോർണിംഗ്. പറ സാർ, ടോട്ടൽ 3 കേസുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്ങിന് എടുത്ത 2 സൊമാറ്റോ കേസും പിന്നെ ഇന്നലെ രാത്രി നടന്ന RTAയും മോട്ടോർ റെക്കറൻസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് 304 തന്നെയാ. ചികിത്സ പയ്യനാ ബൈക്ക് ഓടിച്ചിരുന്നത്. ഓവർ സ്പീഡായിരുന്നു. കണ്ടവരുണ്ട്. MV പറ്റി എത്രയുണ്ട്? 11. GL 4, കോമ്പൗണ്ട് 5500. വാറന്റ് എക്സിക്യൂഷൻ ഇല്ലല്ലോ അല്ലേ? ഇല്ല, നില്ലാണ് സാർ. സ്റ്റേഷൻ UI എത്രയാ? 83. മരിച്ച പയ്യന്റെ പേര്? ശ്രീലാൽ, 22 വയസ്സ്. ഒരു 7:30 ആകുമ്പോഴത്തേക്കും ബൈജുനോട് വണ്ടിയായിട്ട് വരാൻ പറ്റും. സാർ, ദീപേഷ് സാറ്. സാറേ, ഇവരാ മരിച്ചവൻ്റെ ബന്ധുക്കളാ. അതെ, ബൈജു സാറിനെ വിളിക്ക്. IP എടുക്കാൻ പോണ്ടേ? അയ്യോ, വിളിക്കാൻ പറഞ്ഞിരുന്നാ, മറന്നുപോയി. അതെ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻക്വസ്റ്റിന് വരുന്നത് SI ബിനോയ് സാറ്. ആൾ എത്തിയിട്ടില്ല, ഇപ്പം എത്തും. പിന്നെ ഇൻക്വസ്റ്റിന് ഫോട്ടോഗ്രാഫർ വേണം, അറേഞ്ച് ചെയ്യട്ടെ? ഓ ആയിക്കോട്ടെ. ഇരിക്കും. ദീപേഷ് സാറ്. എന്താ സാറേ? നമ്മുടെ പവൻ സ്റ്റുഡിയോയിലെ പവൻ ചേട്ടനെ ഒന്ന് വിളിച്ചേക്ക്. ഇൻക്വസ്റ്റ് ഉണ്ട്, ബിനോയ് സാറാണ് വരണമെന്ന് പറഞ്ഞാൽ മതി. ബാക്കി അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഹലോ. അതെ, നീ എപ്പോഴാ വരുന്നത്? 10 മണിക്ക് മുമ്പ് വരുമോ? അത് 10 മണിക്ക് വരാൻ പറ്റില്ല. നൈറ്റ് GD അല്ലേ? നൈറ്റ് GD കഴിഞ്ഞാൽ 2 മണിക്ക് പോകാവുന്ന നിർദ്ദേശമുണ്ട്. നിർദ്ദേശം? എന്ത് നിർദ്ദേശം? നിന്റെ അമ്മാവന്റെ വീട്ടിൽ നാളെ കല്യാണമാണെന്ന് പറ. നീ എന്താടി മിണ്ടാത്തെ? നിനക്ക് ചോദിക്കാൻ പറ്റില്ല അതല്ലേ?
എന്നിട്ട് പറയും നിർദ്ദേശമാണ്. എടി നിന്നെ പോലെ തന്നെ പോലീസിലല്ലേ വടക്കും പുറത്തെ മീരയും. ആ പെങ്കൊച്ചിന് അത്യാവശ്യത്തിന് ലീവ് ഉണ്ട്, പെർമിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനെ എപ്പോ നോക്കിയാലും വീട്ടിലും കാണാം. അതെ, ഈ ലോകത്ത് നീ മാത്രമല്ല ഒരു പോലീസുകാരി, മനസ്സിലായിക്കോ. എന്ന് നോക്കിയാലും കാണാവണ നിയമങ്ങളും പറഞ്ഞോണ്ട്. ആ കുട്ടി സ്പെഷ്യൽ വിങ്ങില. അതിന് എന്തിനും ഒരു ന്യായീകരണം. ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഇനി കല്യാണത്തിന് പോകാൻ ലീവ് കിട്ടില്ലെന്ന് മാത്രം കേൾക്കരുത്. മനസ്സിലായോ? വല്യച്ഛന്റെ ദേവേച്ചന്റെ വീട്ടിലെ കല്യാണത്തിന് നീ ഇത് തന്നെ പറഞ്ഞതാ, ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ ഏത് അടിയന്തരത്തിനും നിനക്ക് ലീവ് കിട്ടും, പെർമിഷനും കിട്ടും, എല്ലാം കിട്ടും. എന്റെ വീട്ടുകാരുടെ കാര്യം പറയുമ്പോൾ മാത്രം ഒരു ഒടുക്കത്ത. എന്ത് പറ്റി വനിതാ സാറേ? ഏയ് ഒന്നുമില്ല. നാളെ ചേട്ടൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണം. ലീവ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ലീവ് കിട്ടില്ലേ? നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവും, ചിലപ്പോൾ ഞായറാഴ്ച അല്ലേ. ആളെ ചോദിച്ചാൽ പ്രശ്നമാവും. ഇവിടെ ആള് കുറവല്ലേ. P14 answering, SHO present. എന്ത് പണിയാ കാണിച്ച? നേരത്തെ വിളിക്കാൻ പറഞ്ഞല്ലേ. ഇനി സാറിന് വായിലിരിക്കണ മുഴുവൻ ഞാൻ കേൾക്കണം. സാറേ, ദേ IP. നമസ്കാരം. ഇവരക്കാരാ? ഗുഡ് മോർണിംഗ് സാർ. ആ മരിച്ച പയ്യൻ്റെ ബന്ധുക്കളാ സാർ. സാറിനോട് പറയണേ. സാർ ബിനോയ് എത്തിയില്ലേ? എത്തിയിട്ടില്ല സാർ, ഇപ്പോൾ എത്തും. ആ നേരത്തെ വരാൻ പറഞ്ഞതല്ലേ, ഒന്ന് എവിടെ തീന്ന് വിളിച്ചു ചോദിച്ചേ. ബിനോയ് സാർ എടുക്കുന്നില്ലല്ലോ. അതെ, ബിനോയ് സാർ എത്തിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ആ ടൈഗർ കൺട്രോൾ ആൻസറിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ബ്രാവോ 2-ഉം ബ്രാവോ 8-ഉം ശബരിമല ഡ്യൂട്ടിയാണ്. ബ്രാവോ 1 ലീവാണ്. സാർ സാട്ട തുടങ്ങി. മിഷൻ ആയിരുന്നു. ഡെൽറ്റ 2 ഓസ്കാർ ഡ്യൂട്ടി ആയിരുന്നു. ആ ബിനോയസേ വന്നില്ലേ? സാർ വന്നു. ആ ഇൻക്വസ്റ്റ് പോരട്ടോ. ആ സാർ എത്തിയിട്ടുണ്ട്. പിന്നെ ഐസക് സാർ വിളിച്ചിരുന്നു. പയ്യൻ്റെ അമ്മോട് പറഞ്ഞിരുന്നോ? അറിയിച്ചിട്ടില്ല സാർ. ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിനല്പം ഫ്രാക്ചർ ഉണ്ടായിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാർ. ആ ആ ആരാ കൂടെ വരണേ? സുരേഷ് ഉണ്ട് സാർ, പിന്നെ അജ്മൽ. ആ സാർ P14 ആൻസറിങ് സാർ. ഗുഡ് മോർണിംഗ് സാർ. SHO മാർട്ടിൻ ജോണാണ് സംസാരിക്കുന്നത്. സാർ ടോട്ടൽ 3 കേസുണ്ട് സാർ. ഡ്രങ്കൻ ഡ്രൈവിനെടുത്ത് 2 സുമോട്ടോയും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു RTA കേസുണ്ട് സാർ. ഇടത്തിലെ KMA കോളേജ് 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അത് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ ബാക്കിലിരുന്ന പയ്യൻ മരിച്ച സംഭവമാണ് സാർ. 304A ആണ് സാർ. ഓവർ സ്പീഡാണെന്ന് കണ്ട ദൃക്സാക്ഷികളുണ്ട് സാർ. 11 MB പറ്റിയും 4 GL-ഉണ്ട് സാർ. മൊത്തം 5500 രൂപയാണ് സാർ. മറ്റു വിശേഷങ്ങളൊന്നുമില്ല സാർ. ഗുഡ് ഡേ സാർ. സാർ അത് 22 വയസ്സ് സാർ. സാർ വാറണ്ടി പെൻഡിങ് 7-ഉം സ്റ്റേഷൻ UI 96 ആണ് സാർ. സാർ ക്ലിയർ ആണ് സാർ. അപ്രകാരം ചെയ്തോളാം സാർ. ഗുഡ് ഡേ സാർ. ഡ്യൂട്ടി കാർഡ് സാർ. ആ
എന്താ അമ്മേ? ആ മോളെപ്പോഴാ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണേ? ഉച്ചയാവും. കല്യാണ വീട്ടിൽ പോകേണ്ടതല്ലേ മോളെ? ഒന്ന് നേരത്തെ ഇറങ്ങ. കുട്ടികൾ മോള് ചെല്ലുന്നതും കാത്തിരിക്കുകയായിരിക്കും. ദർശേട്ടൻ അമ്മയെ വിളിച്ചോ? ഉവ്വ്, നേരത്തെ ചെല്ലാൻ നിന്നോട് പറയാൻ പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായോ? പുള്ളി പറഞ്ഞ് ഞാൻ അനുസരിക്കില്ല എന്ന് അമ്മയെ ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇനി ആ സർട്ടിഫിക്കറ്റും വേണം. മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നേരത്തെ ചെല്ലേ. എൻ്റെ അമ്മേ, നൈറ്റ് GD കയറിയ ഉച്ചയ്ക്ക് 2 മണി വരെ ഡ്യൂട്ടിയാണെന്ന് പുള്ളിക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു പെർമിഷൻ ചോദിച്ച IP-യുടെ മുന്നിലേക്ക് ചെന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നില്ലെന്ന് ചോദിക്കും. ഉറപ്പാ. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറിയത്. ഇന്ന് 2 മണി വരെ ഇവിടെ കണ്ടേ പറ്റൂ, ഒരാവശ്യമില്ലെങ്കിലും. അത് IP-യുടെ നേരത്തെ ഉള്ള നിർദ്ദേശമാണ്. സത്യത്തിൽ ഈ നൈറ്റ് GD ഉള്ളതാ ഒരു ആശ്വാസം. പകല് കിട്ടുന്ന സമയം കൊണ്ടാണ് വീട്ടിലെ പണിയൊക്കെ തീർക്കുന്ന അമ്മേ. ഹലോ അമ്മേ? ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ ഇനി ഇതൊക്കെ ആലോചിച്ച് BP കൂട്ടണ്ട. അതൊക്കെ അങ്ങനെ കിടക്കും. എനിക്ക് കുറേ എഴുതാനുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ആ. ഗുഡ് മോർണിംഗ് സാർ. ഞാനേ സാറിനൊന്ന് കാണട്ടെ. എന്നാ എനിക്കിഷ്ടം. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. എന്നാ നമുക്ക് ഇറങ്ങാം. അജ്മലേ വേണ്ട. തെറ്റില്ലാത്ത കച്ചവടം പോലെ. അയാൾ ആ വണ്ടി വാങ്ങിയ കാലം മുതൽ എനിക്കറിയാം. നമസ്കാരം. മക്കളെ നോക്കുന്ന പോലെയാ പുള്ളി വണ്ടിയെ നോക്കുന്നത്. ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. അറിയൂ, എൻ്റെ അറിവിൽ ഇതൊരു 10-20,000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ വണ്ടി പോയിട്ടില്ല. ഒരു 2019 അവസാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അല്ല, നിനക്കിത് ലാഭമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മെച്ചമുള്ള കേസാ. നമസ്കാരം വരുന്ന മാഡം. നമസ്കാരം. വനിത സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആ മോട്ടോർ ഒക്കറൻസിൻ്റെ FIR ഇട്ടായിരുന്നോ? ഇല്ല സാർ. എന്താണ് വനിത സാറേ? സമയം കിട്ടണ്ടേ സാറേ? എവിടെ FIR മൊഴി? സോറി സാർ. GD കയറുന്നവർ അതത് കേസിൻ്റെ FIR അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അത് അറിയുന്നവർ പോലും ചെയ്യാറില്ല. ചെയ്തുകൊണ്ടിരുന്ന സാറും മറ്റുള്ളവർക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി. കഷ്ടമുണ്ട് സാർ. അതങ്ങ് തന്നേരെ, ഞാൻ ചെയ്തോളാം. എന്താ ഒരു സാറേ രാവിലെ തന്നെ ഒരുമാതിരി മാണ്ടക്കെട്ടും പരാതി കേട്ടു. വനിതയുടെ കയ്യിൽ എത്ര ഫയലുണ്ട്? 11. 11? 2 എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ഇന്നോ? ആ, ഇന്ന് തന്നെ. ഇന്ന് പറ്റില്ല സാർ. എന്താ? ഇന്ന് തന്നെ വേണം വനിതേ. സ്റ്റേഷൻ UE കുറയ്ക്കണമെന്ന് ടൈഗറുടെ കർശന നിർദ്ദേശമാണ്. ആ IP അവിടെ ഭയങ്കര ചൂടിലാണ്. ഇന്ന് എത്ര എണ്ണം തീർക്കാം? അത് ആ ഫ്ലവറി വിൻസെൻറ്റിൻ്റെ 420 അത് തീർക്കാമല്ലോ. അതുപോലെ തന്നെ കൈലാസ് കോളനിയിലെ താടിജയൻ്റെ സിമ്പിൾ ഹട്ട് അത് തീർക്കാൻ എന്താ പ്രശ്നം? പൂണ്ട് കിട്ടിയില്ലേ? ഇല്ല സാർ. ആ അത് ഞാൻ വാങ്ങിച്ചു തരാം. റിക്വസ്റ്റ് ചെയ്തിക്കോ. ഈ 2 ഫയൽ എനിക്ക് ഇന്ന് തന്നെ വേണം. കുറവ് ചെയ്യാണ്. അത് ഞാൻ കൊടുത്തേക്കടാ. ശരിടാ. ദീപേഷേ, ദേ സെറ്റ് വിളിക്കണേ. എടാ ശരിടാ, ഞാൻ തിരിച്ചു വിളിക്കാടാ. ഞാൻ തിരിച്ചു വിളിക്കാം. സാരസെറ്റ് P14 ആൻസറിങ്. എൻ്റെ ദീപേഷേ, വണ്ടി വർക്ക്ഷോപ്പിലാന്ന് പറ. P14 ആൻസറിങ് ക്ലിയർ ആണ്.
സാറുടെ വാഹനം വർക്ക്ഷോപ്പിലാണ്. P14 2 വാഹനങ്ങളുള്ളതല്ലേ? പൈലറ്റ് നിങ്ങൾ തന്നെ പോകണം. P14 ക്ലിയർ ആണ്. ജോജോ ഒരു രക്ഷയില്ലാട്ടാ. ആരാ പോണത്? 11 മണിക്ക് മുട്ടത്തെത്തണം. അഷർ സാറിനെ വിടാം. പ്രസാദ് സാർ നമസ്കാരം. നമസ്കാരം. വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പൈലറ്റ് ഉണ്ട്. 11 മണിക്ക് മുട്ടത്തെത്തും. നമ്മുടെ അഷ്റഫ് സാറ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറങ്ങുന്ന സമയത്ത് സാറെ സൈറ സെല്ലിയുടെ ഫോം മുഖാന്തരം അറിയിക്കുക. വേറെ വിശേഷമൊന്നുമില്ല. പോയിക്കോട്ടെ. ശരി ശരി, ഓക്കെ. സാറേ A4 തീർന്നിട്ടാ, ഇതും കൂടെ ഉള്ളൂ. ഇന്നത്തേക്ക് തികയൂല. ഷോർട്ടേജ് ആണെന്നേ ആ കേസ് എഴുത്തുകാരോടൊന്ന് സൂചിപ്പിച്ചേക്ക്. കറക്ഷനൊക്കെ നോക്കി പ്രിൻ്റ് എടുക്കാൻ പറ. ജോജോ. സാറേ ആ പേപ്പറിന് ഇൻറ്റൻ്റ് ഇട്. ഇന്ന് ആരാ ഡ്രൈവർ? സലീമാണ് സാറേ. അപ്പോൾ സലീമിനോട് പൈലറ്റ് കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റോറി കയറാൻ പറ. സ്റ്റോറിൽ പേപ്പറിലെന്നാ കേട്ട്. ഈ GD എൻട്രിക്കും PCCക്ക് വരുമ്പോഴേ ആളും തിരക്ക് നോക്കി പേപ്പർ ഓടിക്കാൻ പറ. കഴിഞ്ഞ ദിവസം ടോണർ റീഫിൽ ചെയ്ത് എൻ്റെ കയ്യിൽ കാശുകൊണ്ടാ. ഓ കഷ്ടം. എന്താ ഡ്യൂട്ടി? വാച്ചാണ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പാറ പോസ്റ്റ് ചെയ്തായിരുന്നോ? ഞാൻ പോസ്റ്റ് ചെയ്തോളാം. സാർ നല്ല നൈറ്റ് GD ആയിരുന്നോ? ചേഞ്ച് ആരാ സാറേ? ശിവൻ സാറാ. ശിവൻ സാറ് വന്നിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. വനിത ഇൻക്വസ്റ്റിന് പോയത് GD എൻട്രി ഇട്ടിട്ടുണ്ട് സാർ. പിന്നെ 11 മണിക്ക് ഒരു പൈലറ്റ് ഉണ്ട് സാറ്. മുട്ടത്തുനിന്ന് കറുകുറ്റിയിലേക്ക്. അഷ്റഫ് സാറാണ് പോണത്. ആളെത്തിയിട്ടില്ല. വന്നോന്ന് പറഞ്ഞേക്കണേ. വേറെ വിശേഷമൊന്നുമില്ല. ആയിക്കോട്ടെ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സാറേ? കുറവുണ്ട് വനഫായ്. ഇന്നലെ ഡിസ്ചാർജായി. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറേ സാർ ചായ. സാർ സാർ ചായ. വനിതാ സാർ ഭക്ഷണം കഴിച്ചോ? ഇന്നലെ നൈറ്റ് ആയിരുന്നില്ലേ? കഴിക്കണം. ഹലോ. റഷീദ് കാ, വനിതയാണ് സ്റ്റേഷനിൽ നിന്ന്. എന്താ സാറേ പറഞ്ഞോ. എനിക്ക് 2 അപ്പവും മുട്ടക്കറിയും കൊടുത്തു വിടാവോ? പിന്നെന്താ, ഇപ്പൊ കൊടുത്തു വിട്ടേക്കാം. ശരി. മനാഫ് സാറിനെ പോയിക്കോളൂ സാർ. വനിത ഗുഡ് മോർണിംഗ്. ബിനോയ് സാറിനൊപ്പം ഇൻക്വസ്റ്റിന് പോയത് ആരാ? സുരേഷ് സാർ. സാറ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കൊള്ളേണ്ടതായിരുന്നു. ഒരു എത്തുകൊണ്ട് പോയത് ഭാഗ്യം. ഇതെന്താ വരുത് ഈ കേസ് ഫയലൊക്കെ ഇങ്ങനെ പെൻഡിങ്? തീർത്തോളാം സാർ. എന്ന് തീരാത്തതിൻ്റെ കാരണമായി ചോദിക്കുന്നത്. ഇന്നത്തെ സാട്ട താനും കേട്ടതല്ലേ? SPD DYSPയുടെ മുമ്പിൽ അറ്റൻഷനിൽ നിൽക്കേണ്ട ഞാനാണല്ലോ. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ അറിയോ? മടി. അതാ പ്രശ്നം. ഒരു ഫയൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഫയൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഫയലിന് വിശ്രമമാണ്. എന്നാൽ ഇനിയും GD കയറും, കേസ് വരും എന്നൊരു ചിന്തയില്ല.
അതല്ല ശരി. വനിതേ, ഡിപ്പാർട്ട്മെന്റ് പോലീസാണെന്ന് മാത്രം മനസ്സിലാക്കിക്കോ. ഞാനിപ്പോ അത്രേ പറയുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ പല സ്ഥലത്ത് SHO ആയിട്ട് ഇരുന്നിട്ടുള്ള അവിടേക്ക് ഇതിനേക്കാൾ കൂടുതൽ ക്രൈമും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഫയലുകളുടെ കാര്യത്തിൽ ഈ മെല്ലെപ്പൊക്ക് നയം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ റൂറലിലെ ഏറ്റവും അധികം സ്റ്റേഷൻ യു ആയി ഉള്ള സ്റ്റേഷൻ ഏതാ? നമ്മുടെയാ. അതല്ല ടൈഗർ എടുത്തു വെച്ചത്, കേട്ടല്ലേ? ആ ചെല്ല്. ആ സമയം കളയാതെ ചെല്ല്, ഫയലൊക്കെ എഴുതി തീർക്ക്. സാറേ, സാറാണ് ഫുഡ് പറഞ്ഞത്. പയ്യൻ വന്നേക്കണ്. എത്ര? ഞാൻ കൊടുത്തോളാം. അവൻ ഡിവോഴ്സാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിന് സമ്മതം സാറേ. പക്ഷേ എൻ്റെ മോൾ 1.5 വർഷത്തോളം അവൻ്റെ കൂടെ ജീവിച്ചതാ. അതിനുള്ള കോമ്പൻസേഷൻ ഞങ്ങൾക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഷെയർ കിട്ടണം. നിങ്ങൾ ഈ ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവർ തമ്മിലുള്ള മാരേജ് പ്രജീഷിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം മാത്രം നടന്നതാ. സ്വത്തൊക്കെ അമ്മയുടെ പേരില്ല. അവർ മരിച്ചുപോയ സ്ഥിതിക്ക് എൻ്റെ മോക്ക് അതിലൊരു അവകാശമില്ലേ? ഇല്ല. ഇല്ലേ? അതെന്താ? ചേച്ചി, ഈ പ്രജീഷ് പെറ്റീഷനിൽ പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു ദിവസം പോലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അവന് ഡിവോഴ്സിന് താല്പര്യമായിട്ടൊന്നുമില്ല. ഈ കുട്ടി അവനോടൊപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ തയ്യാറാകത്തുകൊണ്ടാ. ഇനി കുട്ടിയാണ് തീരുമാനിക്കേണ്ടത്. യോജിച്ചു പോകാൻ തയ്യാറാണോ? ഇല്ല സർ, എനിക്ക് താല്പര്യമില്ല. ആ, അപ്പം പിന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഡിവോഴ്സിന് ശ്രമിക്കും. പെട്ടെന്ന് കിട്ടും. അതിന് അവന് സമ്മതം. പക്ഷേ സർ, സ്വത്തിൻ്റെ ഷെയർ കിട്ടണം. കോമ്പൻസേഷൻ വേണ്ടത് അവനല്ലേ കുട്ടി? കാരണം പണി കിട്ടിയത് അവനാണല്ലോ. എന്നിട്ട് അവനത് വേണ്ടെന്നാ പറയണേ. സാർ ഇപ്പോഴും അവൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം കഥ മുഴുവൻ എനിക്കറിയാം. 100% അവൻ്റെ ഭാഗത്താണ് ശരി. ചേച്ചി, അവന് ഭയങ്കര ക്ഷമയാണ്. ഇല്ലെങ്കിൽ ഇത് വെറുമൊരു പെറ്റീഷനായിട്ടല്ല ഇവിടെ എത്തേണ്ടത്. ഞങ്ങൾ കോടതി പോകണം. അതാ നല്ലത്. കാരണം ഇത് ഇവിടെ തീർപ്പാക്കാൻ പറ്റിയ പെറ്റീഷനല്ല. ആ പിന്നെ ഈ കോടതി തീരുമാനം വരുന്നത് വരെ കുട്ടി ആ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റു ഇഷ്യൂസൊന്നും ഉണ്ടാവരുത്. പിന്നെ ആ വീട്ടിൽ CC ക്യാമറ വെക്കണ കാര്യം ഞാൻ പ്രജീഷിനെ വിളിച്ച് പറഞ്ഞോളാം. അത് വേറൊന്നുമല്ല, ഇത്തരം സിറ്റുവേഷനിലെ കള്ള പെറ്റീഷൻ കൂടുതലാണ്. അതുണ്ടാവരുത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ പെറ്റീഷൻസിൻ്റെ കൂമ്പാരാ. പിന്നെ പഴയ പോലെ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വരാനോ താമസിക്കാനോ ഒന്നും പാടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രജീഷ് വന്ന് സംസാരിക്കാം. ആ വന്നല്ലോ, പ്രജീഷ് വന്നിട്ടുണ്ട്. നമുക്ക് സാറിനെ കാണാം. വാ. ഒറ്റയ്ക്കിരുന്ന് ഫുഡ് അടിക്കണ അത്ര നല്ല ശീലമല്ല. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നവർക്ക് അങ്ങനെയൊക്കെ പറയാം. ആ, ഞാൻ തന്നെ സാറിനെ വിളിച്ചിരുന്നല്ലോ വൈകിട്ട്. ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. ഞാൻ തന്നെ കുജിത്തന്നിലായിരുന്നു, സിസ്റ്ററിന്റെ വീട്ടിൽ. അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഈ കേസ് എന്തായി? ഇത് രണ്ടുപേർക്കും ഡിവോഴ്സിനാണ് താല്പര്യം. പക്ഷേ ഈ കുട്ടിക്ക് സ്വത്തിൽ ഷെയർ വേണമെന്നാണ് പറയണത്. സാറേ, കല്യാണ സമയം ഒരു രൂപ പോലും സ്ത്രീധനം ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. ഈ കുട്ടി അണിഞ്ഞ സ്വർണവും പണ്ടോ എല്ലാം തന്നെ ഇപ്പോഴും വരെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവനത് എടുത്തിട്ടുമില്ല, പണയം വെച്ചിട്ടുമില്ല. പിന്നെ ഇവന്റെ അമ്മയുടെ സ്വത്തിന് അവകാശം വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് ന്യായമാണോ സാറേ? നിങ്ങളാരാ? എൻ്റെ അമ്മാവൻ്റെ പണം സാറേ. ഇവന്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ടാ സാറേ ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത്. എന്നിട്ടിപ്പോ എൻ്റെ മോളുടെ ഭാവി തൊലഞ്ഞില്ലേ? നഷ്ടപരിഹാരമായിട്ടാണ് സ്വത്തിന്റെ ഷെയർ വേണമെന്ന് ഞാൻ പറയുന്നത്. അതിന് ഞാൻ അവള് വേണ്ടാന്ന് പറയല്ലോ. അവളല്ല എന്നെ വേണ്ടാന്ന് പറയുന്നേ. ഭാര്യയായിട്ട് എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണ് ഞാൻ ഇപ്പോഴും. ഓക്കെയാ? എനിക്ക് ഇയാളെ വേണ്ട സർ. നിനക്ക് ഞാനെന്നില്ല, ഒരാണുങ്ങളെ നിനക്ക് പറ്റൂല. നിന്റെ താല്പര്യങ്ങളൊക്കെ വേറെയാണല്ലോ. നിനക്ക് അതിനെ പറ്റിയ വേണ്ട വേണ്ട. ഈ കാര്യത്തിന് പരസ്പര ധാരണയില്ലാതെ സ്റ്റേഷനിൽ ഒരു തീർപ്പില്ല. അതിന് നിങ്ങൾ കോടതി തന്നെ പോകണം. ഞങ്ങൾ കോടതി പോവും. ആയിക്കോട്ടെ, പോയി സാറിനെ കാണാം. ജോജോ, ഒരു PCC, പേര് ഫിൻസർ, അപ്പൻ്റെ പേര് മുഹമ്മദ് അലി. അപേക്ഷ തന്നിട്ട് 2 ദിവസമായി. വൈകുന്നേരത്തേക്ക് കൊടുക്കാൻ പറ്റും നോക്കി. നോക്കാം സാറേ. കേസും പ്രശ്നങ്ങളൊന്നും രാജ് മെമ്പർ പറഞ്ഞിട്ടുണ്ടേ. എന്നാലൊന്ന് വെരിഫൈ ചെയ്തേ. മനസ്സിലായി സാറേ. ആയിക്കോട്ടെ. സാർ എവിടുന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആര് പറഞ്ഞു? ആരോടാ? വിനീത മാഡം, അങ്ങനെയാ പേര് പറഞ്ഞു. വനിതാ സാറായിരിക്കും. വനിതാ സാറേ, ആരോടെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവര് വന്നോ? വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ സംസാരിച്ചത് മോനോടാണോ? അതെ മാഡം. ഇതാരാ? ചേട്ടനാണ്.
ഇരിക്കട്ടോ, വിളിക്കാം. സാറ് പറഞ്ഞു കേട്ടല്ലോ, കോടതി തീരുമാനം വരെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇല്ല സാർ. പ്രസാദേ, സാർ ഈ പെറ്റീഷൻ രജിസ്റ്ററിലെ ഇരു കക്ഷികളോട് സൈൻ അടിപ്പിച്ചു വിട്ടേ. ഓക്കെ സാർ. തീരുമാനം എങ്ങനെ? ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് വരെ ഇരു കക്ഷികളും ആ വീട്ടിൽ സമാധാനപരമായി കഴിഞ്ഞുകൊള്ളാമെന്നും ഇരു കക്ഷികളുടെയും ബന്ധുക്കൾക്കോ മറ്റു കൂട്ടുകാർക്കോ ആ വീട്ടിൽ വരുവാനോ താമസിക്കാനോ പാടില്ലാത്തതാണെന്നും ഇരു കക്ഷികളും പരസ്പരം സമ്മതിച്ചിട്ടുള്ളതാണ്. സാർ, രാത്രിയിലൊരു ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന്. ഭർത്താവ് ഭാര്യ തല്ലിയതാ. OP ആയിരുന്നു. ഇഞ്ചുറി ഉണ്ടോ? നെറ്റിയിലൊരു ചെറിയ ഇഞ്ചുറി. ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചിരുന്നു. ഇളയ മോനാ ഫോൺ എടുത്തത്. അവൻ്റെ നമ്പർ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞപ്പോൾ അവനൊരൊറ്റ കരച്ചിൽ. അമ്മയാണ് പ്രശ്നക്കാരി, അച്ഛൻ പാവമാണെന്ന്. അമ്മയ്ക്ക് അടുത്തുള്ള ഒരാളായിട്ട് പ്രേമമാണെന്ന്. അച്ഛനത് ചോദിക്കാൻ ചെന്നാണ് പ്രശ്നമായതെന്ന്. നാട്ടുകാരുടെ മുമ്പിൽ അവനും ചേട്ടനൊക്കെ എങ്ങനെ നടക്കുന്നും പറഞ്ഞ് അവൻ ആത്മഹത്യ പോണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് രാവിലെ അച്ഛനും അമ്മേനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും സാർ. വാ, നിങ്ങളും വാ സാർ. ഇരിക്കും. മക്കളാണല്ലേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിക്കും. ആവലാതിക്കാരന്റെ പരാതിയെ തുടർന്ന് എതിർകക്ഷിയായ ആവലാതിക്കാരന്റെ ഭാര്യയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചതിൽ ഈ കാര്യത്തിൽ ബഹുകോടതി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ എതിർകക്ഷിക്ക് ആവലാതിക്കാരന്റെ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ താമസിക്കാവുന്നതും എന്നാൽ വൈഫിന് വീണ്ടും സുഖമില്ലാണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്നും നാളെ തന്നെ ലീവ് കാണിക്കും. IPയോടൊന്ന് പറ. അയ്യോ സാറേ, 11 മണിക്ക് ഒരു പൈലറ്റ് ഉണ്ടല്ലോ സാറിനെ ഇട്ടിരിക്കണേ. അത് ബിനോയ് വിടറാ. അല്ല, ബിനോയ് സാർ ഇൻക്വസ്റ്റിന് പോയിരിക്കുകയാണ്. ഒരു 304. അപ്പൊ ഞാൻ എന്ത് ചെയ്യടാ? നമുക്കേ AB സാറിന് വിടാം. പുള്ളി ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചു നേരം കഴിയട്ടെ, ഞാൻ IPയെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ സാർ. എടാ ജോജോ, നമ്മുടെ അഷറഫ് സാറിൻ്റെ വൈഫ് വീണ്ടും ഹോസ്പിറ്റലായെന്ന്. 2 ദിവസം ലീവ് കാണിക്കാൻ. 11 മണിക്കൊരു പൈലറ്റ് ഉണ്ടല്ലോ സാറേ. അത് AB സാർ പോയിക്കോളും. ശരി. നമസ്കാരം, പള്ളിക്കര PS. നമസ്കാരം സാറേ, ഒരു ഇൻറ്റിമേഷൻ ഉണ്ടല്ലോ തഗ്ദീസ് ഹോസ്പിറ്റലിൽ നിന്നാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. സാർ. പറഞ്ഞു. പേര് ഹബീബ്. ഹബീബ്. ഏജ് 61. 61. സൺ ഓഫ് അബൂബക്കർ. ചേറാടി വീട്, കുമാരമ്പടി, പള്ളിക്കര. ചേറാടി വീട്. RTIയിൽ പരിക്ക് പറ്റി ടിയാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് പുക്കാട്ടുപടി അക്ബർ ഹോട്ടലിന് മുമ്പിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയം സ്കൂട്ടർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ആൾക്ക് പരിക്കെങ്ങനെയാ? നല്ല പരിക്കുണ്ട് സാറേ. വലതുകാലിന് ഒടിവും തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട്. ആളെ ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്പർ തരാം. പറഞ്ഞു. 99 61 61 98 13 36. സാറിന്റെ പേര് പറയാമോ? SA ശിവൻ. ശരി സാറേ. എത്ര മണിക്കാ പയറ്റെന്ന് പറഞ്ഞേ? 11 മണിക്കാ സാറേ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുട്ടാത്താൻ 15 മിനിറ്റ് മതി. സലീമേ സാർ വാ. ഹലോ, എന്താ വിളിച്ചത്? മോളെ ദർശൻ പിന്നെയും വിളിച്ചുട്ടോ. മോള് മനഃപൂർവ്വം ചെല്ലാതിരിക്കുവാന്നാ അവൻ പറയുന്നേ. ചുമ്മാ ചീത്ത വിളിക്കുക. ആര്? അമ്മേനെയോ? എന്നെയല്ല, മോളെയാ. എന്നെ അത് വിളിച്ചോട്ടെ, എപ്പോഴും ഉള്ളതല്ലേ. മോള് വേഗം ഒന്ന് ഇറങ്ങാൻ നോക്ക്. കുട്ടികൾ പേടിച്ചിരിക്കുകയായിരിക്കും. മോക്കൊന്നവനെ വിളിക്കാവോ? മോളെന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, ഞാൻ ഓരോന്ന് ഓർത്തു പോയതാ. മറ്റുള്ളവർ തീരുമാനിച്ച ജീവിതമല്ലേ എൻ്റെ. അതുകൊണ്ട് കുറ്റബോധമൊന്നുമില്ല.
എല്ലാം അച്ഛനും അമ്മയ്ക്കും പറ്റിയ തെറ്റാ. അച്ഛനെന്തി ഇവിടെ സങ്കടപ്പെട്ടിരിപ്പുണ്ട്. കൊടുക്കണോ? വേണ്ട, അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ദർശേട്ടനെ വിളിച്ച് സംസാരിച്ചോളാം. കുറേ എഴുതാനുണ്ട്, അത് തീർത്തിട്ട് വേണം പോവാൻ. അവിടെ മഴയുണ്ടോ? ഇല്ല, ഇവിടെ നല്ല മഴയാണ്. ഞാൻ വിളിക്കാട്ടോ. ശരി മമ്മ. സാറ് അച്ഛനോടും അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. ഒന്നുകൂടി പറയാമോ നമ്പർ? 9847 9847 0336 0336 55. 55. ഓക്കെ ശരി. ആ പോലീസ് ഇപ്പൊ എത്തിട്ടോ. അവിടെ എത്തിയിട്ട് ഈ നമ്പറിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിക്കും. ഓക്കെ ശരി സാറേ. സാറേ, എന്താ സാറേ? ആശാമ്പടിയിൽ പ്രശ്നം നടക്കണം. എന്താണ്? ഒരുത്തൻ വെട്ടുകത്തിയായിട്ട് പെണ്ണുമ്പിള്ളനെ വെട്ടാൻ വേണ്ടി നടക്കണം. പൊന്നെ, എന്നിട്ട് വെട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് പാർട്ടിന് വിടും സാർ. ഏത് പാർട്ടിനെ? ഇവിടെയും കാര്യമില്ല. മൊബൈലോട് പൈലറ്റിന് പോയി, വേറെ വണ്ടിയില്ല. സാർ ചെന്തിലും അവിടെ ഭയങ്കര സീനാവും. നീ വെറുതെ പെടുവിയില്ല പ്രസാദേ. മനോജ് സാറേ, ഇത് ആശാമ്പടിക്കൽ ബേളം നടക്കണമെന്ന് ഒരുത്ത അവന്റെ പെണ്ണുമ്പിളെ വെട്ടാനോ ഓടിക്കുക. എന്താ ചെയ്യണേ? ആ കേട്ടു. ഞാൻ എന്ത് ചെയ്യാനാ? ഐപിയോട് പറ. ഒരു പുതിയ ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഒരു കുറവ് ഈ നിമിഷം വരെ വരുത്തിയിട്ടുണ്ടോന്ന് സാറിന് ചോദിച്ചു നോക്ക്. എന്താ ശിവ? സാർ, ആശാമ്പടിക്കൽ വീട്ടിൽ ബഹളം നടക്കുക. ഒരുത്തൻ അവന്റെ ഭാര്യനെ വെട്ടാനോ ഓടിക്കുക. ആ അതാ തെണ്ടിയാവും. ആ താടി കലേശൻ കുഞ്ചൊന്ന് നോക്കിയേ. സാർ, വണ്ടിയില്ല. 2 വീലറിൽ പൊക്കൂടെ? സാർ, മഴയാണ് സാർ. കോട്ടില്ലടോ സാർ. ആ ഈ മഴയത്ത് 2 വീലർ പോകാൻ സാറ് പറയണേ. എന്താ ചെയ്യണേ? ഓനെ സാധിക്കേ നിന്റെ കാർ എടുക്കടാ. അല്ലെങ്കിൽ തന്നെ കേസെഴുതി മരിക്കുക. വല്ല വള്ളിയാണ് മുമ്പ് പോയിട്ട് വരാം. ഒന്ന് വാടാ. സാറ് വെറുതെ നാവിടുത്ത് ഓരോന്ന് പറയല്ലേ, അല്ലെങ്കിൽ ഇതിനെ കേസ് കൊണ്ട് തലക്കൂടെ പ്രാന്ത് പിടിച്ചിരിക്കും. നീ വാടാ സാധിക്കേ. ഒന്ന് പോ സാറേ. അവിടെ വരെ പോയിട്ട് വരണല്ലേ 10-16 കിലോമീറ്റർ ഓടണം. 100 പെട്രോളിൻ്റെ എത്തുകയല്ല. ഞാൻ കാർ എടുക്കുകയല്ല. എടാ, പെട്രോളൊക്കെ ഞാൻ അടിച്ചു തരാം. നീ വാ. എല്ലാം GD തലയല്ലേ. ഒന്ന് ചെല്ല് സാധിക്കേ. കുരിശായ എല്ലാവർക്കും പണിയല്ലേ. പ്രസാദേ, ദേ സാറ്. ആ അവൻ്റെ നമ്പർ പറഞ്ഞേ. 88 സാർ 631 24 25. കാണാപാടമാണ്. പുറത്ത് പെറ്റീഷൻകാരുണ്ടോ? 8ഓളം പേരുണ്ട്. ഒരു കാര്യം ചെയ്യാം, വനിതോട് വരാൻ പറഞ്ഞേ. ശരി സാർ. വനിതാ സാറേ, IP വിളിക്കുന്നുണ്ട്. ആ സാറേ, ഇത് രണ്ടൊന്ന് വാങ്ങി തരണേ. ഒരെണ്ണം കാർമലും ഒരെണ്ണം രാജഗിരിയാ. അപ്പോൾ ആര് വിടും? സാധിക്ക് പോയി വരട്ടെ, അവന് വിടാം. ചെല്ല്, IP എന്തിനാ അന്വേഷിച്ച് നോക്ക്. ആ സാർ. ആ എന്താ ചെയ്യാവനിത്? പണ്ട് പാമ്പിൻ്റെ വേണ്ടിയിട്ടും കഥ പറഞ്ഞ അവസ്ഥയാണ്. രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ കരക്കെടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. പുറത്താണെങ്കിൽ ഒരുപാട് പെറ്റീഷൻകാർ വെയിറ്റിംഗാണ്. ഒരു കാര്യം ചെയ്യും, വനിതന് ഇത് ഹാൻഡിൽ ചെയ്യും. ആ ഇതാ തെണ്ടിയുടെ നമ്പറാ. മറ്റേ ഒന്ന് വിളിപ്പിക്കേ. വരുമ്പോൾ എനിക്കൊന്ന് കാണണവനെ. വരൂ. ശരി. അതെ പ്രസാദ് സാർ, ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ടേ ഇയാളോടൊന്ന് വരാൻ പറ. ഒരു കേസിൻ്റെ കാര്യം പറയാനെന്ന് പറഞ്ഞു. ഇതെന്താ കേസ്? അത് പിന്നെ പറയാം. ഈ കേസിനാണോ സാധിച്ചല്ല? അല്ലല്ല, അത് പെറ്റീഷൻകാരെ വിളിക്കാനായിരിക്കും. ഇവിടെ നിൽക്കട്ടോ, ഒരു മിനിറ്റ്. എൻ്റെ മനാഫേ, ഈ സ്റ്റേഷനിലേക്ക് GD കയറാൻ ഞങ്ങൾ 6 പേരല്ലേ ഉള്ളൂ. ആ ഞങ്ങൾ തന്നെ വേണ്ട ഇവിടെ വരുന്ന കേസെല്ലാം എഴുതി തീർക്കാൻ. ഒന്ന് പറയാൻ എല്ലാ സ്റ്റേഷനിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ള സ്റ്റേഷനിലെ അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇങ്ങനെ ഒരു ദുരവസ്ഥ എൻ്റെ അറിവിൽ ഒരു സ്റ്റേഷനിലും ഇല്ല. കേസ് എഴുതാനുള്ള മടി കൊണ്ട് തർക്കിക്കുകയാണെന്ന് വിചാരിക്കരുത്. മറ്റുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ മനാഫേ ഞങ്ങൾ ഈ കേസ് എഴുതാതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിലേ ആയതൊക്കെ. എല്ലാം അറിയാവുന്ന നീയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വലിയ കഷ്ടമാട്ടോ. നാളെ പള്ളി ഡ്യൂട്ടിക്ക് ആളെ പറഞ്ഞു. ഇതുവരെയല്ലേ സാറ് റിക്വസ്റ്റ് ഒന്ന് എടുത്തു തരണേ. അതെന്താ കേസ്? ഓ അത് വലിയ കഥയാ, പറയാം. റജി, ഹുസൈൻ സാർ എന്തിനാ സിക്കിയത്? വീട് പണിക്കോ മക്കളുടെ കല്യാണം നടത്താനൊന്നുമല്ലല്ലോ, ഫയൽ എഴുതി തീർക്കാനല്ലേ. പിന്നല്ലാണ്ട് മറ്റേത് സർക്കാർ ജോലിക്കാർക്കുണ്ട് ഈ ഒരു അവസ്ഥ? പരിതേ, ഇവർ ഈ ചാടിക്കേറി ആ ഫയൽ എടുക്കുക ഈ ഫയൽ എടുക്കുന്നൊക്കെ പറയുമ്പോൾ മിണ്ടായിരിക്കല്ലോ. ആ അത് ശരിയാ. വാ തുറന്ന് കാര്യം പറയണം. മിണ്ടാതിരുന്നാലേ നമ്മൾ ജോലി ചെയ്യുന്നില്ലെന്ന് നമ്മൾ തന്നെ സമ്മതിക്കും പോലെ ആവും. പുറം ഡ്യൂട്ടിക്ക് ഇട്ട് ഒഴുകിച്ചാലേ കേസൊക്കെ പെൻഡിങ് ആവും. നിങ്ങളുടെ കല്യാണം എനിക്ക് എത്ര വർഷമായി? 27 വർഷമായി.
ഈ 27 വർഷത്തിൽ ചേച്ചിയെ ചേട്ടൻ എത്ര തവണ തല്ലിയിട്ടുണ്ട്? കുറേ പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ? കുറേ പ്രാവശ്യം. ഈ കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു എണ്ണമില്ലേ? കുറേ പ്രാവശ്യം. നുണയാ സാറേ, ഞാൻ 2 തവണ മാത്രമേ തല്ലിയിട്ടുള്ളൂ. സത്യമാണോ? സത്യമോ സാറേ? എൻ്റെ അമ്മയാണ് സത്യം. 2 പ്രാവശ്യമേ ഞാനവിടെ തല്ലിയിട്ടുള്ളൂ. ഈ 2 പ്രാവശ്യം തല്ലിയത് എന്തിനായിരുന്നു? ആദ്യം ഒരു 10 കൊല്ലം മുമ്പാ, അമ്മയുള്ള കാലത്ത്. ഇവിടെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. അന്നേരോ പിന്നെ ഇപ്പോഴാ? ആ പറഞ്ഞത് നേരാണോ? അതെ, സ്ത്രീകളെ തല്ലുന്ന വലിയ മിടുക്കുള്ള കാര്യമൊന്നുമല്ല. ആണോ? ഇന്നലെ തല്ലിയത് എന്തിനായിരുന്നു? കുറേ നാളായിട്ട് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എപ്പോഴും തല്ലുപിടുത്തവും ചീത്ത വിളിക്കലുമാണ്. കൊച്ചുങ്ങളെ കൊണ്ട് പോലും സംസാരിപ്പിക്കത്തില്ല. പക്ഷെ തല്ലിയ കാരണം പറഞ്ഞില്ല. ഒരു കാരണവും ഇല്ല. ഒരു കാര്യമില്ലേ? ഇല്ല. നുണ പറയരുത്. ഞാൻ പറയാം സാറേ, ഇവക്ക് വീടിനടുത്തുള്ള ഒരാളായിട്ട് പ്രേമമാണ് സാറേ. 2 പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താണ്. പിന്നെയും ഇവിടെ അവനോട് ഫോണിൽ സംസാരിച്ചെന്ന് കണ്ടപ്പോൾ സഹിച്ചില്ല. ഞാൻ തല്ലി. നേരാ, തിരിച്ചെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ തള്ളി. അപ്പോഴാണ് വീണ് നെറ്റുപൊട്ടിയത്. ഈ പറഞ്ഞ സത്യമാണോ? ഹലോ. അതെ, നിന്റെ മോൾ എടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യും. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. എന്താ മോളു? മമ്മി എന്താ വരാത്തെ? നമുക്ക് കല്യാണത്തിന് പോവണ്ടേ? വേഗം വാ. മമ്മി ഇന്നലെ നൈറ്റ് ജിഡിക്കല്ലേ കയറിയേ? നൈറ്റ് ജിഡിക്ക് കയറിയ ഉച്ചയ്ക്ക് 2 മണി വരെ ഡ്യൂട്ടിയാണെന്ന് മോളിന് അറിയില്ലേ? അറിയാം. ഞാൻ പപ്പ കാണാതെ മനസ്സാൻ്റെ അടുത്ത് വന്നേക്കണ. അവള് പപ്പയും മമ്മിയും മമ്മീനെ വഴക്ക് പറയുന്ന കേട്ടിട്ട് എനിക്ക് സങ്കടം വരാ. സാരില്ല കേട്ടോ, മമ്മിയുടെ മോള് വിഷമിക്കണ്ട. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. മോനു എവിടെ? മോനൂന് പപ്പ ഡ്രസ് അടിക്കുന്നു. ഞങ്ങളിപ്പോ കല്യാണ വീട്ടിലേക്ക് പോവും. അപ്പൊ മമ്മി കല്യാണത്തിന് വരുന്നില്ലേ? മമ്മി എത്തിക്കോളാം. നിങ്ങൾ ചെന്നോട്ടോ. ഫോണിൽ കൂടെയൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് മുത്തം കൊടുത്ത വിസിറ്റേഴ്സ് ഒക്കെ വെറുതെ സംശയിക്കൂട്ടെ. അവര് സംശയിച്ചോട്ടെ, നേതാവിന് സംശയമൊന്നുമില്ലല്ലോ. എനിക്ക് സംശയമൊന്നുമില്ല. വനിതാ മേഡം വേണ്ട സംശയിക്കാനൊരു വക വേണ്ടേ? എവിടെ കാണാനേ ഇല്ലല്ലോ, ചുളു അടിച്ചടക്കല്ലേ? പിന്നെ ചുളു സെക്കൻഡ് പാറാവ. 8ഓളം സമൻസും സർവ് ചെയ്തിട്ടുള്ള വരവ. 1.5 പാറാവും. റെസ്റ്റ് സമയം ഈ പ്രോസസ്സും. ദേ ഇവനെ ഞാനായതുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നില്ല. കുറുന്തോട്ടിക്ക് വാതോടെ മറ്റുള്ളവരുടെ കാര്യം പറയണം. പുതിയ പേ കമ്മീഷനിൽ പോലീസുകാർക്ക് വല്ല ഗുണമുണ്ടാവോ? പിന്നെ എന്താ സംശയം? ഉറപ്പായിട്ട് ഗുണമുണ്ടാവും. പേ കമ്മീഷനിൽ അസോസിയേഷന്റെ ശക്തമായ ഇടപെടലും നിർദ്ദേശങ്ങളും ഉണ്ടാവും അല്ലേ നേതാവേ? മനാബ് സാറേ, റേറ്റ് നമുക്ക് കിട്ടുന്ന നൈസായിട്ട് താങ്ങിയതാണല്ലേ. ആ റിസ്ക് അലവൻസ് ഒന്ന് കൂട്ടി തന്നാൽ മതി. അല്ലെങ്കിൽ ആ അലവൻസ് അങ്ങ് ക്യാൻസൽ ചെയ്താലും മതി. സ്വയം പുച്ഛം തോന്നുന്ന ഒരു ഏർപ്പാടാത്. 100 കൊലുവ. പിന്നെ പറഞ്ഞ കറക്റ്റാ. ഈ മൃഗസംരക്ഷണ വകുപ്പിലൊക്കെ നമ്മുടെ 4 ഇരട്ടി റിസ്ക് അലവൻസ്. ഇന്നേ വരെ ആ വകുപ്പിൽ ആരെങ്കിലും പശുകുത്തിയെന്നോ കാളകുത്തിയെന്നോ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഒരു വർഷത്തിലെ ഡ്യൂട്ടിക്കിടെ എത്ര പോലീസുകാർ ജീവന പോകുന്നു? ടെൻഷൻ അടിച്ച് പോകുന്നവരുടെ കണക്ക് വേറെ. എന്നിട്ടും ഈ നക്കാപ്പിച്ച പരിഗണന മാത്രം. അത് ശരിയാണല്ലോ. അതെ ശരിയാണ്. ചുളു അടിക്കണ കാര്യം മാത്രം ആലോചിച്ച് നടന്നാൽ മതി. പിന്നെ ചുളു കൊല്ലുട്ടാ ഞാൻ. 3 കട പണിയെടുപ്പിച്ചിട്ടാ പന്നി പറയണേ. ശമ്പള വർധനവില്ലേലും കുഴപ്പമില്ല, ആ റിസ്ക് അലവൻസ് ഒന്ന് കൂട്ടി തന്നാൽ മതി. ഇല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന ഈ അവഹേളനം ഒന്നും വേണ്ടെന്ന് പറയാൻ അസോസിയേഷൻ തയ്യാറാവണം. മോനെ ബിനു, മറ്റുള്ള സർവീസ് സംഘടനയെ പോലെ നമ്മുടെ അസോസിയേഷനെ കാണല്ലേ. ഇത് പോലീസാ. സംഘടനയ്ക്കും അച്ചടക്കം ബാധക. അങ്ങനെയാണോ? എന്നിട്ട് ഇവരെന്താ പറയണ? കാമുകനോട് പോകുന്നു അറിയില്ല, ചോദിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നോക്കട്ടെ. മറ്റവനെ വിളിപ്പിക്കാൻ പ്രസാദ് സാറിൻ്റെ അടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്, എനിക്ക് നാളെ ലീവ് വേണം. ഹസ്സിൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണോ? അല്ല, ലീവ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ 5 പേരെ വേണമെന്ന് പറഞ്ഞാൽ ഇടങ്ങറായി പോട്ടാ. വേറെ ആളില്ല. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. നാളെ എന്ത് സംഭവിച്ചാലും എനിക്ക് ലീവ് വേണം. അവരോൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകണം. പുള്ളിക്കാരൻ്റെ കൂടെ പോകാത്തതിന് ഇപ്പം തന്നെ കട്ട കലിപ്പിലാണ്. എനിക്കൊരു ഡേ ഓഫ് വന്നാൽ മതി സാറേ. നോക്കട്ടെ, പേപ്പർ എഴുതി വയ്ക്കും.
പോയിട്ടെന്താ സാറേ? അത് ഐ പി പറഞ്ഞ പോലെ തന്നെയാ ആ തണ്ടിയാ കലേശൻ. അവനെ നല്ലൊരു പണിയുടെ കുറവുണ്ട്. ഞങ്ങളെത്തിയപ്പോഴേക്കും അവന്റെ വീരൊക്കെ ചോർന്നു. നാട്ടുകാരൊന്ന് ചെറുതായിട്ട് പഞ്ഞി കിട്ടുന്നാ തോന്നണേ. നമ്മൾ പോലീസുകാർ തല്ലാലല്ലേ കുഴപ്പമുള്ളൂ. അവനെ വിളിച്ചോണ്ട് നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വരാൻ അവന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞോണ്ട് വരുമ്പോ മനവസാരനൊന്ന് കൈകാര്യം ചെയ്തേരെ. ചേച്ചി, ചേട്ടനും പിള്ളേരൊക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഞാനത് വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ സത്യം തന്നെ. ചേച്ചിക്ക് എത്ര വയസ്സായി? 55. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ 70 വയസ്സ് വരെ ജീവിച്ചാൽ ജീവിച്ചു എന്ന് പറയാം, അല്ലേ? അവൻ്റെ കാര്യം കേട്ടെടുത്തോളം ആളത്ര ശരിയല്ല. അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്ന അയൽവാസിയായ ചേച്ചിയുടെ അടുത്ത് അവനിങ്ങനെ പെരുമാറുമോ? ആണുങ്ങൾ പല രീതിക്ക് വരെയും പോവുകയൊക്കെ ചെയ്യും. നമ്മൾ സ്ത്രീകൾ അതുപോലെ ആയാൽ പിന്നെ കാര്യങ്ങൾ എന്താവും? കൂട്ടിയാൽ കൂടാത്ത നഷ്ടാവില്ലേ? പെറ്റ പിള്ളേർ പോലും തിരിഞ്ഞു നോക്കാതാവില്ലേ? ഞാൻ പോലീസിലേക്ക് വന്നിട്ടൊരു 10-16 വർഷമായി. ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. ചേച്ചിക്ക് ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുണ്ടോ ആവോ? മനസ്സിലായി സാറേ. ഞാൻ അയാളുടെ ഒളിച്ചോടി പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പോരെ? പിന്നെ ഈ പാവ മനുഷ്യന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നടന്നിട്ട് ആ ചെറ്റയുടെ ബന്ധം തുടരാനോ? ഇയാളുടെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് 2 മക്കളില്ലേ? കല്യാണം കഴിഞ്ഞൊരു ചെക്കനില്ലേ? അവർക്കൊന്നും സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? ഒരു മോശപ്പെട്ട സ്ത്രീയാണ് അവരുടെ അമ്മ എന്ന് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? സാറിന്റെ ചോദ്യമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഈ മനുഷ്യൻ എന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് സാറൊന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. 5-6 വർഷമായി ഈ മനുഷ്യൻ എൻ്റെ മുഖത്ത് പോലും ഒന്ന് നോക്കിയിട്ട്. ഇല്ലാത്ത വിഷം എല്ലാം കൂടെ കുത്തിക്കയറ്റി സ്വന്തം മക്കൾ പോലും എന്നോടൊന്നും മിണ്ടാറില്ല. ഇതൊക്കെ ശരിയല്ലെന്ന് സാറിന് ചോദിച്ചു നോക്ക്. ആ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടാ ജീവിക്കുന്നത്. ഒരു വേലക്കാരിയുടെ വില പോലും ഇവരാരും എനിക്ക് തരാറില്ല. എന്താ ഞാനൊരു സ്ത്രീയല്ലേ? അല്ലേ? അതെ, ഒന്ന് പുറത്തു കിട്ടി. ഞാൻ പിള്ളേരോടൊന്ന് സംസാരിക്കട്ടെ. ശ്രീമോറെ, ആ പറയുന്നു കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം, തിരിച്ചു തരണം. ഒരു സാധനം കൊണ്ടുപോയി തിരിച്ചു തരില്ല. അതെ, വാ. ഇരിക്കും. അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം ഏകദേശമൊക്കെ സത്യം. അമ്മ ഒന്നും നിഷേധിച്ചിട്ടില്ല. പക്ഷെ ആ ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള അകൽച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല മാഡം, അതൊക്കെ അമ്മയുടെ തോന്നലാ. ആയിക്കോട്ടെ, പക്ഷേ ഈ മാറ്റം തുടങ്ങിയിട്ട് എത്ര നാളായി അമ്മയ്ക്ക്? അത് കുറച്ച് നാളായി. ഈ ബന്ധം തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, അതുറപ്പാ. പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ കാര്യമായിട്ടുള്ള എന്തോ ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ഇല്ല മാഡം. നിനക്ക് വല്ലതും അറിയോ? ഇല്ല. എന്നാ ഉണ്ട്. അമ്മയുടെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാ? അത് കുറച്ച് കാലമായിട്ട് അമ്മയിൽ വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട്. അതൊക്കെയാ. പക്ഷേ പണ്ടൊന്നും ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ആയിരുന്നില്ല. വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും കുറ്റവും ബഹളവും മാത്രമേ ഉള്ളൂ. ഈ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ എന്താ പറയുക, സ്വാദൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ പിന്നെ എൻ്റെ വൈഫ് കിച്ചണിൽ കയറി തുടങ്ങി. അത് അതിലും വലിയ പ്രശ്നമായി. എന്നും വഴക്കാ. അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് ഞങ്ങൾ കാക്കനടക്ക് സ്ഥലം മാറിയ. ഞങ്ങൾ രണ്ടുപേരും ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം നോക്കി. പിന്നെ അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും വൈഫിനറിയില്ല. മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ തിരിച്ചു വേണം.
ദേ, ഞാൻ നിങ്ങളുടെ അമ്മയോടൊന്ന് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. ഓ, നിങ്ങൾ പുറത്തു പോയിട്ട്. ഓക്കെ. സാറ് ഒരു ഡേ ഓഫ്. ചേച്ചി, ചേച്ചി വാ. ഇത് തന്നെയല്ലേ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്, താലൂക്കിൽ നിന്ന് ആൾ വന്ന് അളക്കട്ടെ എന്ന്. എന്നിട്ട് നിന്റെ ഭൂമി ഉണ്ടെങ്കിൽ നീ എടുത്തോ, എനിക്കൊരു വിരോധമില്ലെന്നേ. അല്ലാതെ എന്റെ ഭൂമി കയറി നിറങ്ങാൻ വന്ന ഏത് ബാപ്പാന്റെ മോനാണെങ്കിലും ഞാൻ സമ്മതിക്കൂല. അതെ, മൈതാന പ്രസംഗമൊക്കെ പുറത്ത്, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഒന്ന് പറഞ്ഞോളൂ. സോറി സാർ. എടോ, സാറ് തീരുമാനം പറഞ്ഞില്ലേ, അതങ്ങോട്ട് അനുസരിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായി? ഒന്നും മിണ്ടായി. ജോജോ, നമ്മുടെ കോടതിയിൽ നീ വഴി കണ്ടില്ലല്ലോ. വല്ലതും കൊണ്ടുവരണ്ടായിരുന്നോ? ഉവ്വ്, 113 തൊണ്ടി ഞാനിതോട് പൊഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, അതിന് തിങ്കളാഴ്ച കൊണ്ടുപോയിക്കോളൂ. ആളെന്നേ സാറിന് ചേഞ്ചാ, നൈറ്റ് ജീഡിയാ, വരുമ്പോൾ ഓർമ്മിച്ചേക്ക്. ഓ, ആ പറയുന്ന നിങ്ങളുടെ ഒരു സാധനം പിടിച്ചാൽ തിരിച്ചു തരില്ല. ഓ, പറയും. നീ വല്ലതും ചോദിച്ചിട്ട് വിടുവാ. ഞാൻ ചോദിച്ചതിന് ചേച്ചി മറുപടി തന്നില്ല. എന്നാലേ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. സാധാരണ ഒരു അസോൾട്ട്, ഈ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ അടിപിടി കേസൊക്കെ, ഇതൊക്കെ ആയിട്ട് ആശുപത്രിയിൽ ചെന്നാൽ ഹോസ്പിറ്റലുകാർ ആദ്യം ഞങ്ങളെ ഇൻഫോം ചെയ്യും. വലിയ പരിക്കൊന്നുമില്ല, OP ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കാര്യമാക്കാറില്ല. പിന്നെ പരാതിയായിട്ട് വന്നാലേ തുടർ നടപടിയുള്ളൂ. ഇന്നലെ ചേച്ചിനെയും കൊണ്ട് മോൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കിവിടെ ഇൻറ്റിമേഷൻ വന്നു. OP ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കേണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ അടി കൊണ്ടത് ഒരു സ്ത്രീക്കല്ലേ, ഒരു ഭാര്യയല്ലേ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഉൾക്കൊണ്ട തോന്നി, അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാ. ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഇളയ മോൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങാനും ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട് ഒരു മരണവീടാണ്, അതറിയോ? ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഇളയ മോൻ ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അവനെന്നോട് ചോദിച്ചെന്താണെന്നറിയോ? അമ്മയുടെ സ്വഭാവം നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ അവരെ മുഖത്ത് നോക്കുമെന്ന്. ശരിയല്ലേ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവനെ പിന്തിരിപ്പിച്ചതെന്നറിയോ? എനിക്കിതുപോലൊരു അനിയനുണ്ടായിരുന്നു, അവനിപ്പോൾ ഇല്ല, ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പോയി. ഞാനെങ്ങാനും വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താ? നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നിങ്ങളെ തള്ളി പറയില്ലേ? ഞങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കേസെടുക്കാം. കരയണ്ട, തിരുത്താൻ പറ്റാത്ത തെറ്റൊന്നും ചേച്ചി ചെയ്തിട്ടില്ല. ചേച്ചി ഇനിയും ആ പഴയ നല്ല ഭാര്യ ആവണം, അമ്മയാവണം. ഇനിയും ചേട്ടൻ്റെയും മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എൻ്റെ ഏട്ടനെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ എൻ്റെ യൂട്രസ് മാറ്റിയതാ. 1.5 വർഷം മുമ്പായിരുന്നു സർജറി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ പോലുള്ള ആരോഗ്യമില്ലാണ്ടായി. ബന്ധപ്പെടുമ്പം വല്ലാത്ത പുകച്ചിലും വേദനയോ. ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ആവശ്യമായിട്ട് ഏട്ടൻ വരുമ്പം എനിക്ക് വയ്യാന്ന് പറഞ്ഞ അപ്പം തുടങ്ങും വഴക്കും ബഹളമൊക്കെ. നിന്നെ എന്തിനു കൊള്ളാം, നീ ഒരു പെണ്ണാണോ, ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് വയ്യെങ്കിലും ഞാൻ കിടന്നു കൊടുക്കുമായിരുന്നു. പിന്നീട് എനിക്ക് എല്ലാവരോടും ദേഷ്യമായി, വെറുപ്പായി.
അപ്പം അയാളായിട്ടുള്ള ബന്ധം അതൊക്കെ വെറുതെ സാറേ. എൻ്റെ ഏട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അയാളോട് അങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പം അയാൾക്ക് ഇങ്ങോട്ടോ? അയാൾ കാര്യമായിട്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം അയാളൊരു ഞരമ്പ് രോഗിയാന്ന്. എന്നോട് അയാൾ കുറച്ചു മുമ്പേ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഞാനൊരു പെണ്ണാണോ എന്ന് ചോദിച്ചില്ലേ, അതുകൊണ്ടാ ഞാൻ അയാളോട് അങ്ങനെയൊക്കെ അടുപ്പം കാണിച്ചു തുടങ്ങിയത്. എനിക്ക് അയാളോട് വികാരം വിചാരമൊന്നുമില്ല, വെറുപ്പാ. അങ്ങനെയൊക്കെ എനിക്ക് പറ്റുമെന്ന് കാണിക്കാനാ ഞാൻ അയാളോട് അങ്ങനെയൊക്കെ കാണിച്ചത്. എൻ്റെ ഏട്ടൻ ഒരാൾ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. സാറേ, ആ പുള്ളി വന്നിട്ടുണ്ട്. ചേച്ചി ഞാൻ പോരാ. എവിടെ ഓടാ? നിങ്ങോട്ട് മാറിയേക്ക്. മനാഫ് സാറേ. സാറേ ഞാൻ IP-നെ ഒന്ന് കണ്ടിട്ട് വരാം. നിന്റെ പേരെന്താ? സുകുമാരൻ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ. ആ, ഭാര്യയുണ്ട്. മക്കളില്ലേ? 2 പേരുണ്ട്. ആ, മക്കളാ? പെൺകുട്ടികളാ, 2നെയും കെട്ടിച്ചയച്ചു. ആ, കെട്ടിച്ചു വിട്ട് 2 പെൺമക്കളുടെ തന്തയാണല്ലേ? എന്നിട്ടാണ് നാറി ഈ തലപ്പരിപാടി കൊണ്ട് നടക്കുന്നത്? നിന്റെ പെണ്ണും പിള്ളക്കിട്ടോ കെട്ടിച്ചിട്ട പെൺപിള്ളേർക്കിട്ടോ ഇതുപോലെ ആരെങ്കിലും ലൈൻ വലിച്ചത് നിനക്ക് താങ്ങൂടാ? അപ്പൊ ഇവനാണല്ലേ അവതാരം. എന്താ നിന്റെ പേര്? സുകുമാരൻ. സുകുമാരൻ. അവൻ്റെ ഒരു വേഷവും ഒരു കണ്ണടയും. ഇവൻ നമ്മുടെ പഴയ ആളല്ലേ സാറേ? ആ, ശിവൻ അറിയോ അവനെ? പിന്നില്ലേ സാറേ, കുന്നത്താട് ഇപ്പം അദ്ദേഹം ഇവിടെ SH ആയിരിക്കുമ്പോഴാ അന്ന് ഞാൻ പെറ്റീഷൻ കയറിയാ. വൈകിട്ട് കോളേജ് കിട്ടുന്ന ഒരു പെങ്കൊച്ചിനെ ഇവൻ കയറി അന്ന് പിന്നെ പെണ്ണുപിള്ള ആ പെങ്കൊച്ചിന്റെ അച്ഛൻ്റെ അമ്മയുടെ കൈയും കാലും പിടിച്ചുകൊണ്ടാ കേസില്ലാതെ പോയത്. ഹാർട്ട് പേഷ്യന്റാ, പണിയാം സാറേ. പെണ്ണുങ്ങളെ വഴി പഠിപ്പിക്കാലടാ. GD ശിവനല്ലേ? ആ, വനിതേ 354 വരാൻ പാകത്തിന് ആ സ്ത്രീയുടെ നിന്ന് മൊഴി എടുക്കാൻ നോക്കും. കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ സാറേ. അത് ശിവ സമയം കളണ്ട. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറായിക്കോ. 5 മണിക്ക് കോടതി ഹാജരാ. സാറേ ഒരു തെറ്റ് പറ്റിയതാ, ഇനി ആവർത്തിക്കൂല. മനാഫ് സാറേ, സാറേ അത് കേസ് ഒന്നും വേണ്ടോ. ആ സ്ത്രീ തരുന്ന പരാതി എഴുതി പിടിക്കുക. എന്നിട്ട് അയാളുടെ ആരെങ്കിലും വന്നിട്ട് വിട്ടാൽ മതി. സാറേ കേസ് ഒന്നാക്കണ്ടെന്ന് പറയാൻ എനിക്ക് സമയത്തിന് പോകണം. ഇതിനൊരു തീരുമാനമാക്ക്. ഒരു മിനിറ്റ്. എന്താ പറഞ്ഞ കേസിൻ്റെ കാര്യം? കേസ് വേണ്ടെന്ന് പറഞ്ഞേ. ചേട്ടൻ വന്ന് കേട്ടിടത്തോളം പ്രശ്നം ചേട്ടനാട്ടോ. ഞാനോ? അവൾ പറയുന്നത് നുണയാണ് സാറേ. സാറിനറിയില്ല, ഞാൻ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു കഷ്ടപ്പാട് ഞാൻ അറിയിച്ചിട്ടില്ല. പുതിയ ഡ്രസ്സിനോ തിന്നാനോ കുടിക്കാനോ ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഇതേ തന്നെ പോലുള്ള എല്ലാ ഭർത്താക്കന്മാരും സ്ഥിരം പല്ലവിയാ. ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ജോലി കിട്ടിയിട്ട് കല്യാണം മതി എന്ന് പറയണേ. ഈ പിച്ചക്കണക്ക് കേൾക്കണ്ടല്ലോ. വാ. സോറി ചേച്ചി, ഇരുന്ന് മടുത്തോ? ഇരിക്ക്. ചേട്ടാ, ഈ മക്കളൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിയുമ്പോഴേ നമുക്കൊന്ന് പ്രായമായി എന്നുള്ള ബോധമൊക്കെ വേണം. ചില കേസിൽ നമ്മളൊന്ന് ഒതുങ്ങണം.
ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്തതല്ലേ? ആ അവസ്ഥയിൽ ഒരു 10% സ്ത്രീകൾക്ക് സെക്സിനോട് വിരക്തി ഉണ്ടാവും. അത് ഈ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടും വേദന കൊണ്ടൊക്കെയാണ്. 27 വർഷം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും കാലം എല്ലാ സുഖത്തിലും സഹകരിച്ച പങ്കാളിയുടെ ഇപ്പോഴത്തെ അവശതയും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചേട്ടൻ നല്ലൊരു ഭർത്താവല്ല. ഈ അവശതയും ബുദ്ധിമുട്ടും ഇവക്ക് എന്നോടുള്ളൂ, അയാളോടില്ല. മിണ്ടരുത്, എന്റെ സ്വഭാവം താൻ അറിയും. 10-27 വർഷം കൂടെ കിടന്നവളോട് നീ ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീ കാണിക്കുന്ന വാശിയെ ചേച്ചി നിങ്ങളോട് കാണിച്ചിട്ടുള്ളൂ. ഇന്നും ഇപ്പോഴും പ്രസവിച്ച 2 മക്കളുടെ തന്ത മാത്രമേ ഇവരെ മനസ്സിലുള്ളൂ. തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഈ ചേച്ചി ഇനി ആരുടെ കൂടെ പോയി കിടക്കാനാ? വാശി കയറിയപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അയാളായിട്ട് പ്രേമം അഭിനയിച്ചതാണ്. ആ ഞരമ്പ് അത് സീരിയസ് ആക്കുകയും ചെയ്തു. നേരാണോ? ശരിയാ, ഞാൻ തന്നെ തെറ്റുകാരൻ. ഇവളുടെ അവസ്ഥ അറിഞ്ഞിട്ടും ഞാനത് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. പൊറുക്കണം. എല്ലാം എന്റെ തെറ്റാ. ഞാനാ തെറ്റുകാരൻ. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അകൽച്ചയിൽ നിന്നും നിങ്ങളുടെ ഈ അടുപ്പത്തിന് കരുത്ത് കൂടുകയുള്ളൂ. ചേച്ചി വാ, നമുക്ക് സാറിനെ കാണാം. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. വനിതേ, എന്നാ ശരി പ്രാവശ്യം ഞാൻ വിളിച്ചോളാം. ഓക്കെ. ലീവിൻ്റെ കാര്യം നടക്കില്ല കേട്ടോ. അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. എനിക്ക് നാളെ ലീവ് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാണ് വനിതേ? നാളെ പള്ളി ഡ്യൂട്ടിക്ക് 5 പേരാണ് ചോദിച്ചേണത്. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് ലീവ് കിട്ടിയേ പറ്റുള്ളൂ സാറേ. ഞാൻ ആ കല്യാണത്തിന് പോയില്ലെങ്കിൽ കുടുംബ പ്രശ്നമാവും. കഴിഞ്ഞ ഞായറാഴ്ച 5 പേരെ ചോദിച്ചിട്ട് 4 പേര് കൊടുത്തേനാ സാറ് സാട്ടയും കഴിഞ്ഞ് ഡെൽറ്റ ഓഫീസിൽ പോയിട്ട് അറ്റൻഷനിൽ നിന്നത്. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല സാറേ. എനിക്ക് ലീവ് വേണം. വേറെ ആളില്ല വനിതേ. നാളെ പാറാവിലേക്ക് 2 പേരെ എങ്ങനെ ഒപ്പിക്കുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത്. അതിൻ്റെ ഇടയ്ക്ക് GD വേണം 2 പേര്, NP വേണം 2 പേര്, മൊത്തം 6 ആളായോ? ഇന്നത്തെ നൈറ്റുകാർ 6 പേർ റെസ്റ്റും പോവും. ബാക്കിയുള്ളവരെ ഞാനിവിടെ നിർത്തുണ്ടാക്കാനാ. ജോജോ. ആ സാറേ. നാളെ ഡെൽറ്റ ഓഫീസിൽ നിന്ന് സിജോനോട് പാറവ് കയറാൻ വരാൻ പറ. ആ പറയാം. ഇപ്പം തന്നെ വിളിച്ചേക്ക്. ആ സാറേ. ഞാൻ അവനെന്തെങ്കിലും ഒഴിവ് പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി സാർ. എന്നാ IPA കാണാം. സാറ് പറഞ്ഞോ. ഓക്കെ. വേറെ വിശേഷം ജയരാജ് സാറ്. ആ റെജിയോടൊന്ന് വരാൻ പറയും. മോൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും അച്ഛനെല്ലാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എല്ലാം അച്ഛൻ്റെ തെറ്റാ മക്കളെ. അമ്മ പാവോ, അച്ഛനത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. കണ്ടില്ലേ, ഇപ്പൊ രണ്ടാളും വലിയ ഇഷ്ടത്തിലാ. പ്രതിസന്ധികൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഉടനെ ഓടിച്ചെന്ന് ആത്മഹത്യ ചെയ്യുക. 10 മിനിറ്റ് അതിജീവിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾക്കാ ഇന്ന് ആൾക്കാർ പോയി ആത്മഹത്യയാണ്. അമ്മയുടെ കാര്യം തന്നെ കണ്ടില്ലേ, പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇനി മേലെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അതെ, ഇപ്പൊ അകത്ത് ആളുണ്ട്. ആ റെജി, പുറത്തൊരു പയ്യനിരിപ്പുണ്ട്, നവനീത്. ഈ സഹോദരിയുടെ മോനാ. ഇവർ കഴിഞ്ഞ ദിവസം അവൻ്റെ സ്കൂൾ യൂണിഫോം വാഷ് ചെയ്യുമ്പോൾ അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ പൊതി കിട്ടി. അവനെ വഴക്കൊന്നും പറയണ്ട. സൗഹൃദത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് ഉപയോഗിച്ചുള്ള ദോഷങ്ങളും ഭാവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പുറത്തപ്പോൾ മഴയുണ്ടോ? ഇല്ലില്ല.
എന്നാൽ പുറത്തു കൊണ്ടിട്ട് സംസാരിച്ചാൽ ശരി സാർ. ട്ടാ. സഹോദരി ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോൻ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള നിങ്ങൾ മറ്റുള്ള മാതാപിതാക്കൾക്ക് നല്ലൊരു മാതൃകയാണ്. പേടിക്കണ്ട, ഞങ്ങളിതിൻ്റെ സോഴ്സ് കണ്ടെത്തിക്കോളാം. ആ സാറിൻ്റെ സംസാരം കഴിഞ്ഞാൽ മോനെയും കൂട്ടി പൊക്കോളും. ശരി. ആ, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. അച്ഛനും അമ്മയും വന്നാൽ മതി. വാ. ഇരുപതാം തീയതി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 23-ാം തീയതി ആലോ ജരാ സാറേ. ധാരാടാ പോയി തന്നാ മതി. പൈലറ്റിന് പോയിട്ട് എന്താ നേരം വൈകി? മൈക്ക് 11 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞതാ. ഇറങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞു. എബി സാർ എന്തേ? എബി സാർ ഊണ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ക്വാർട്ടേഴ്സിൽ ഇറങ്ങി. ഓ ആണോ? സാറേ ആ കാശൊന്ന് വേഗം അറേഞ്ച് ചെയ്തോ സാറേ, തരാന്നേ. എനിക്ക് അത്യാവശ്യമുള്ളതാ. ഞാൻ തരും. നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? എന്താ? അതെ, മോൻ അമ്മയുടെ പേരിൽ ഒരു പെറ്റീഷൻ എഴുതി തരണം. ഇയാൾ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. SHO പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. ജയരാജ് സാറേ, ഒരു പേപ്പർ കൊടുത്തേക്ക്. സർ, എന്താ? നാളെ എൻ്റെ ഹസ്ബൻഡ് അമ്മാവൻ്റെ മോളുടെ കല്യാണമാണ് സർ. ഒരു ഡേ ഓഫ്. നാളെ പുത്തൻകുരിശിന് ആളെ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ വനിതേ. ചോദിച്ചിട്ടുണ്ട്. ആ, എത്ര പേരെ? 5 പേര്. ആണോ? അപ്പോൾ പിന്നെ എങ്ങനെ ലീവ് വരും? 5 പേരെ ഞാൻ ഈ സ്റ്റേഷൻ തന്നെ ഉണ്ടാക്കണ്ടേ? വേറെ ആളില്ല. ഞാൻ കല്യാണത്തിന് പോയില്ലെങ്കിൽ കുടുംബ വഴക്കാവും സാർ. ആ, എന്നൊരു കാര്യം ചെയ്യും, ഇന്ന് പൊക്കോ. നാളെ ഡ്യൂട്ടിയാണെന്ന് പറ. പോലീസുകാരുടെ കാര്യമല്ലേ, എല്ലാവർക്കും മനസ്സിലാവും. സാർ, ഞാനങ്ങനെ അനാവശ്യമായിട്ട് ലീവൊന്നും എടുക്കാത്ത ആളാണ് സാർ. ഞാനങ്ങനെ പറഞ്ഞോ വനിതേ? കഴിഞ്ഞ ആഴ്ചത്തെ കഥയൊക്കെ താനും കേട്ടല്ലേ? ഡെൽറ്റയുടെ മുമ്പിൽ ഞാൻ ഈ അറ്റൻഷൻ നിൽക്കണം. എൻ്റെ സ്വന്തം അനിയൻ്റെ കല്യാണം 3 മണിക്കൂറിന് പെർമിഷൻ എടുത്ത് കൂടിയോനാ ഞാൻ. ചില സമയത്ത് പോലീസുകാരുടെ അവസ്ഥ അങ്ങനെയാ, നമ്മൾ പൊരുത്തപ്പെടേണ്ടി വരും. സാർ, നമസ്കാരം സാർ. ആ, എന്താണ് സാറേ? ഇതെൻ്റെ മോളാ. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അന്നു പോലെ ഇന്ന് വരെ സമാധാനം എന്താ നീ കൊച്ചറിഞ്ഞിട്ടില്ല. വരും. ഇത് മതി, കൊടുത്തേക്ക്. മാഡം, കേസൊന്നും വേണ്ട കേട്ടോ. കേസൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അയാളെ പറഞ്ഞു വിടും. നിങ്ങൾ പോയിക്കോ. വലിയ ഉപകാരം. എന്തായി ലീവിൻ്റെ കാര്യം? 5 ദിവസം തന്നു. ഒരു BH 4 CL. എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല വനിത. എനിക്ക് ആരോടൊരു ദേഷ്യമില്ല. സിക്ക് ചെയ്യാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഇനി നിൻ്റെ ഈ കൊണച്ച സ്വഭാവം കൊണ്ട് നടന്ന പിന്നെ അറ്റാക്കിനുള്ള സമയം ഉണ്ടാവില്ല. അതിനു മുമ്പ് നാട്ടുകാർ നിന്നെ തല്ലിക്കൊല്ലും കേട്ടോ. അവൻ്റെ ഈ പൂക്കളാഞ്ചി ഷർട്ട് ഉണ്ടല്ലോ, അതെങ്ങാനും നിൻ്റെ ദേഹത്തിന് കണ്ട പന്നി പോടാ. ജയരാജേ സർ, ഇതാ മാഷിൻ്റെ കേസിലെ എതിർകക്ഷികളുടെ അഡ്രസ്സും ഫോൺ നമ്പറോ. അവരോട് നാളെ രാവിലെ 10 മണിക്ക് വരാൻ പറ. ശരി സർ. ബാലകൃഷ്ണൻ കിഴക്കേ വീട്ടിൽ തേവയ്ക്ക. ഹലോ. ആ, ബാലകൃഷ്ണനല്ലേ? അതെ. ഇത് പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ സാറേ കാര്യം? നിങ്ങളൊരു തോമസ് മാഷിനെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല സാറേ, ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു, അതാ. ആ, എന്തായാലും നാളെ കാലത്ത് ഇങ്ങോട്ട് വാ. അതിർത്തി തർക്കമൊക്കെ നമുക്ക് ഇവിടെ തീർക്കാം. ശരി സാറേ, വന്നേക്കാം. നമ്മുടെ പെറ്റീഷൻകാരനെ കണ്ടില്ലല്ലോ. ആള് നല്ല പാറാവായിരുന്നില്ല സാറേ? ജോജോ, നാളത്തെ നൈറ്റ് ജി ഡി ഞാനല്ലേ? അതെ. സാറിന് എന്താ സംശയം? ഡേ ജി ഡി കഴിഞ്ഞാൽ നൈറ്റ് ജി ഡി, അങ്ങനെയല്ലേ ഇവിടുത്തെ പതിവ്. പക്ഷെ ഒരു മാന്ത്രം എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സാറ് വനിതാ മേഡത്തിന് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? അല്ല, പുള്ളിക്കാരിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ടേ നാളത്തെ നൈറ്റ് ജി ഡി പുള്ളിക്കാരി കയറെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. കല്യാണം എനിക്കുണ്ട്. നാളത്തെ നൈറ്റ് എനിക്ക് തന്നെ വേണം. സാറത് പൊയ്ക്കേ. നിങ്ങൾ മാന്താൻ വരുന്ന പോലുള്ള പരിപാടി എന്തായാലും ആ മേഡത്തിനില്ല.
അവർ കൃത്യം ടേൺ അനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. ഒരു പരാതി പോലും പറയാറില്ലല്ലോ. ആ വരൂ. ശിവൻ സാർ. ശിവനല്ലേ GD? സാർ. ആ ഇതൊരു ജെന്യൂൻ കേസാണ്. 498A ആണ്. 323, 294B, 506, 1, 34 എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് വരണം. കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്ത് FIR ഇപ്പം ഇടണം. പിന്നെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ്, അച്ഛൻ്റെ അമ്മയും 2-3 പ്രതികളാണ്. മൊഴിയെടുക്കാൻ വനിത പോയാ? സാർ NIT ആയിരുന്നില്ലേ, പോയിന്നാ തോന്നണേ. അതെ, അപ്പം എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, വനിത വിളിക്കും, എവിടെയാണെങ്കിലും തിരിച്ചു വരാൻ പറയാം. സാർ. ആ വനിത, താൻ പോയില്ലേ? പോയെന്ന് വിചാരിച്ചു. ശിവ ഇവിടെയുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കണം. 498 തന്നെ വേണം. ആ ഈ സാറ് മൊഴി എടുക്കും കേട്ടോ. പിന്നെ നാളെ തന്നെ അവരോട് വരാൻ പറഞ്ഞ് ബാക്കി കാര്യം നടപടിയാക്കാം. ശരി. വാ. പണി വന്നല്ലോ ശിവ സാറേ. അതെ, മൊഴിയെടുത്ത കേസാവും. കേസായാൽ നിങ്ങളുടെ ഭർത്താവും അയാളുടെ അച്ഛനും അമ്മയും പ്രതികളാവും. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടെ ഉള്ളൂ. പിന്നൊരിക്കലും ഒരുമിച്ചുള്ള ജീവിതം വലിയ കഷ്ടമാണ്. നന്നായിട്ട് ആലോചിച്ചിട്ട് പോരെ? അതെ, മോള് ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഇനി ആലോചിക്കാനൊന്നുമില്ല സാറേ, അങ്ങോട്ട് വിട്ടാൽ ഞങ്ങളുടെ മോളെ അവർ കൊല്ലും. ചേട്ടനല്ല ഉത്തരം പറയണ്ടേ, ഈ കുട്ടിയാ. കുട്ടി പറയും. കേസ് വേണം മാഡം, ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ശിവൻ സാർ ഒരു മിനിറ്റ്, അത്യാവശ്യമുള്ള കോൾ. എന്താണമ്മേ, ഞാനിവിടെ 100 കൂട്ടം പണിയിലാണ്. ദർശൻ പിന്നെയും വിളിച്ചു മോളെ. അയാൾ ഇനി വിളിച്ച ഫോൺ എടുക്കണ്ട. അതല്ല, നിനക്ക് അനുസരണയില്ല, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ ആലോചിക്കുന്നു. ആ അയാൾ ആലോചിക്കട്ടെന്ന്. മോളെ നീ എന്തായി പറയണേ? അയാളോട് പോകാൻ പറമ്മേ. ഞാനിപ്പോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും, നമ്മുടെ വീട്ടിലേക്കാ വരുന്നത്. അപ്പൊ കല്യാണ വീട്ടിലേക്ക് പോണില്ലേ? എനിക്ക് നാളെ ലീവില്ല. രാവിലെ 6 മണിക്ക് കുരിശുപള്ളിയിൽ ഡ്യൂട്ടിയാ. ഇന്നിപ്പം ഞാൻ ആ കല്യാണ വീട്ടിലോട്ട് പോയാൽ നാളെ തിരിച്ചു വരേണ്ടി വരും. അയാൾ കൊണ്ടാക്കില്ല, ഉറപ്പാ. അപ്പൊ പ്രശ്നമാവില്ലേ മോളെ? ആവട്ടെ, ഇത്രയും നാളും ഞാനൊരു ഭീരുവായിട്ടല്ലേ ജീവിച്ചത്. ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാൻ വയ്യ. അയാൾക്ക് സംശയരോഗ, അത് എത്ര കാലം കഴിഞ്ഞാലും മാറാൻ പോണില്ല. ഇപ്പൊ കുറെ കാശും പണമൊക്കെ കയ്യിൽ വന്നപ്പോ എന്റെ ജോലിയൊക്കെ അയാൾക്ക് പുച്ഛ. 9 മാസം ഗ്രൗണ്ടിൽ വേർപ്പൊഴുക്കിയതാണ് അമ്മേ. അത് വിട്ടിട്ടുള്ള ഒരു തീരുമാനമില്ല. അമ്മ കരയണ്ട, ഞാൻ അങ്ങോട്ടാ വരുന്നത്. മോളെ, നമ്മുടെ മക്കള്, അവരെ കുറിച്ച് ചിന്തിക്കണ്ടേ മോളെ? കേസ് വേണം സാറേ, ഇനി എൻ്റെ മോളെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആയിക്കോട്ടെ, ഞാൻ കുറേ പറഞ്ഞു നോക്കി, കേസ് വേണമെന്ന് പറയണേ. എന്താ ചേച്ചി? മോന്റെ പേരെന്താ? ആദി. നല്ല പേരാണല്ലോ. കുട്ടി മോനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മോനെ എനിക്ക് വേണം. ആ അതൊക്കെ കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങളാ. കുട്ടി ഇപ്പൊ ചെറുപ്പം, ഡിവോഴ്സായി കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കണ്ടേ? വേണം. അയാളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഡിവോഴ്സായി കഴിഞ്ഞാൽ ഉടനെ അയാൾ വേറെ കല്യാണം കഴിക്കും. ഈ വാശിയിൽ നിങ്ങൾ രണ്ടുപേരും ജയിക്കും. തോൽക്കുന്നതേ ഈ മോന. ഈ മോനെ പോലെ ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ തോൽവി കണ്ടിട്ടുള്ളതുകൊണ്ട് ചോദിക്കുക. നല്ല പോലെ ആലോചിച്ചിട്ട് പോരെ ഈ മൊഴി തരലൊക്കെ. ചോദിച്ചതേ ഒരു പോലീസുകാരിയായിട്ട് കരുതണ്ട, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടാ മതി. ഞാനും ഒരമ്മയാ.
കേസ് വേണം മാഡം. ഇനി അയാളിലൂടെ ജീവിക്കാൻ പറ്റില്ല. ഓ പള്ളിക്കര വില്ലേജ്. പള്ളിക്കരയിൽ എവിടെ? ഏത് ഭാഗത്താ വീട്? പള്ളിക്കരയിൽ നിങ്ങളുടെ വീടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതെവിടെയാന്നാ ചോദിക്കുന്നത്? പാലമറ്റത്ത്. പാലമറ്റത്ത്. വീട്ടുപേര്? ചിറ്റേടത്ത്. നിങ്ങളുടെ പേര്? വിജയൻ. പേര്? പ്രഭ. വയസ്സ്? 26. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6. ഭർത്താവിൻ്റെ പേരെന്താ? മഹേഷ്. നമസ്കാരം സാർ. ആളെങ്ങനെയാണ്? ബിസിനസ്. നല്ലൊരു പയ്യനായിരുന്നു, പക്ഷേ തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത്. സാറിൻ്റെ സാർ ഊണ് കഴിക്കണ്ടേ? കഴിക്കാം. ആ പോയില്ലായിരുന്നോ? ഓ പോയില്ലെന്നേ. ഒരു 498-ൻ്റെ മൊഴി. വിനോദ് സാറ് ഞാനും കൂടെ പോയി മത്സരം എഴുതിക്കോളാം കേട്ടോ. ഓ വലിയ ഉപകാരം സാറേ. ഊണ് കഴിക്കണ്ടേ സാറേ? വാന്നേ. പോവാം. വിനു, ഞാൻ കഴിച്ചിട്ട് വരാം. മൊഴി വായിച്ച് കേട്ടു ശരി എന്നെഴുതിയിട്ട് ഒപ്പിട്ടോളൂ. ശരി പൊക്കോളൂ. ബാ മോനെ പോ. ശിവൻ സാർ എന്തേ? ശിവൻ സാർ ഊണയിക്കാൻ പോയി. അതെ, ഞാൻ ഇവിടെ മൊഴി വെച്ചിട്ടുണ്ട് ടേബിളിൽ. വന്നാ പറയാം. ഞാൻ പോവാം. പറഞ്ഞു. ജയരാജ് സാറ് പോവാണ് കേട്ടോ. നീ ഇപ്പം ഇനി ഒന്നും പറയണ്ട. കേസിൻ്റെ വഹിക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓട്ടോയ്ക്ക്. ബാ മോനെ. ദർശേട്ടാ, ഞാൻ നേരെ കല്യാണ വീട്ടിലേക്കാട്ടോ വരുന്നു. ലീവ് കിട്ടിയോ? ഇല്ല, ലീവ് കിട്ടിയില്ല. അപ്പൊ എങ്ങനെയാ കല്യാണം കൂടുന്നത്? ഞാൻ സിക്ക് ചെയ്തോളാം. ദർശേട്ടൻ്റെയും മക്കളുടെയും കൂടെ കല്യാണം കൂടുന്നെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മേ, ഞാൻ ദർശേട്ടനെ വിളിച്ചു കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ നേരെ കല്യാണ വീട്ടിലേക്കാ പോകുന്നത്. അപ്പൊ മോക്ക് ഡ്രസ്സൊക്കെയോ? അതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തോളാം. മോക്ക് ലീവ് കിട്ടിയല്ലേ? ഇല്ല, ലീവ് കിട്ടിയില്ല. ഞാൻ മെഡിക്കൽ അടിക്കും. അത് നന്നായി. എനിക്കെല്ലാത്തിലും വലുതെൻ്റെ മക്കളാണ് അമ്മ. ശരി, ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ശരി മോളെ. ആ.